ആ പാട്ട് പറയണ്ട പോയാ നന്നായി അത് പറയണ്ട ഇനി പെണ്ണുങ്ങൾ വരില്ല ഞാനല്ലോ അണ്ണന് പെണ്ണ് കിട്ടാത്ത എന്താണെന്നുള്ളതാണ് അണ്ണന് പ്രശ്നം. ആരാട്ടൻ വൈറലായിട്ട് 3 വർഷം ആകുമ്പോൾ ആരാട്ടൻ ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ സത്യം തുറന്നു പറയണോണ്ടാണ്. എന്നോട് ചിലരെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അണ്ണൻ സെലിബ്രിറ്റീസിനെ മാത്രമല്ല പ്രേമിക്കാൻ, സാധാരണ ഒരാളാണ് ഫസ്റ്റ് പെൺകുട്ടി പറഞ്ഞാൽ 8ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കണ്ട ടൈറ്റാനിക്കിലെ കേറ്റ് വെച്ചിട്ട് കൊണ്ടിരിക്കും. പക്ഷെ ആ പെൺകുട്ടി ഞാൻ പറഞ്ഞ താല്പര്യമില്ല. അന്ന് നേരിട്ട് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസ് 200 പേരോട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 200 അത്രയുണ്ട്. സെലിബ്രിറ്റീസ് അല്ല 50 ഉണ്ടാവും. 200 പേരോട് പ്രപ്പോസ് ഒരാൾ സ്നേഹിച്ചിട്ടില്ല. 200 പേരോട് പ്രപ്പോസ് ചെയ്തിട്ട് ഒരാൾ പോലും തിരിച്ചു സ്നേഹിക്കാത്ത യുവാവാണ് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഇപ്പോൾ പോഡ്കാസ്റ്റിൽ ഉള്ളത്. 50 പേരെ സെലിബ്രിറ്റീസ് ഉള്ളൂ. 50 പേര് സെലിബ്രിറ്റീസിനോടും അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവർ അറ്റേ അപ്പഴേ പറഞ്ഞു, മമത മോനോസ് പറഞ്ഞു, ഈ കാര്യം ഒന്നും താല്പര്യമില്ല പറഞ്ഞു. അവിടെ കഴിഞ്ഞു. നിത്യമേനോട് അങ്ങനെ പറയാൻ പറ്റും. നിത്യമേനോട് അങ്ങനെ പറഞ്ഞില്ല. നിത്യമേനോട് പറഞ്ഞില്ല. എന്റെ സഭയെ കളഞ്ഞു, എന്റെ കാശ് കളഞ്ഞു, എന്റെ എഫേർട്ട് കളഞ്ഞു. ഞാൻ എത്ര കഷ്ടപ്പെട്ടു ആദ്യമേ പറയാൻ വേണ്ട. ഞാൻ അന്ന് ആ സ്നേഹ രജിയുടെ അപ്പൊ പറഞ്ഞു, ആ പുള്ളിയുടെ അപ്പത്തിന് പറഞ്ഞില്ല താല്പര്യമില്ല. അതോടെ കഴിഞ്ഞു. അതാണ് വേണ്ടത്. ഇത് 3-4 വർഷം കഴിഞ്ഞ് പറഞ്ഞ് എന്റെ മനനില തെറ്റി. ഞാൻ ഏതൊക്കെ അവസ്ഥയിൽ പോയി ഒരു രാത്രി പോലെ അലഞ്ഞു. ഗംഗയ്ക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടതാ. എല്ലാം കഴിഞ്ഞ് അവസാനം പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, നിർത്തി. എന്നിട്ട് എന്റെ ഫാദർ വെച്ച് ഞാൻ മറന്നാണ്. അപ്പോഴാണ് രജനീഷ് ബി യൂണിവേഴ്സിറ്റി രജനീഷ് രണ്ടാമത് കൊണ്ടുവന്നത്. ഇന്ന് എനിക്ക് കല്യാണമെങ്കിൽ അറിയോ, നിത്യമേ അതോടെ പറഞ്ഞിട്ട് പോയത്. നിത്യമേ എന്താ പറഞ്ഞത്? അവള് കള്ളല്ല പറഞ്ഞു. പക്ഷെ അവളുടെ അടുത്ത് ഇവർക്ക് കുറെ എർത്തുകളുണ്ട്. ഏറ്റവും കൂടുതൽ എർത്തുകൾ ലാലേട്ടറാണ്. ലാലേട്ടർ പോയിട്ടുണ്ട്. ലാലേട്ടറാണ് ഏറ്റവും കൂടുതൽ എർത്തുകൾ. ഇങ്ങനെ എല്ലാവർക്കും ഒരു സ്റ്റാർ ആക്കി ഇവർക്കെല്ലാം എർത്തുകളുണ്ട്. ഈ എർത്തുകൾ പറയുന്നതാണ് നിത്യമേനും പറഞ്ഞിരിക്കുന്നത്. നിത്യമേനും അറിയില്ല എന്താ കാര്യമാണ്. നിത്യമേനും പാവം. നിത്യമേനും പാവം തന്നെ. നിത്യമേന എർത്തുകൾ പറഞ്ഞാണ്. ഇല്ല, എന്നെ ഏറ്റവും നിർവഹിച്ചത് VKPക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. VK പ്രകാശ് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടില്ല. പുള്ളി ന്യൂട്രലായിട്ട് നിന്നു. പിന്നെ ഒന്ന് അറിയുന്നുണ്ട്, VKPയുടെ ശിഷ്യൻ മൃദുൽ നായർ, ഒരു ബിടെക് സിനിമ ആക്ട് ചെയ്യണം. അവൻ എന്നെ കുറെ നിർവഹിച്ചു. പലരും പറഞ്ഞു. അവൻ ആരാണ്? അവൻ മൃദുൽ നായർ. ഇന്ന് അവന് എന്നോട് അസൂയ. കാരണം അവനെ ആർക്കും അറിയില്ല, എന്നെ എല്ലാവർക്കും അറിയാം. അവനവിടെ വീട് കൊണ്ടില്ല. പക്ഷെ പിന്നതാണ് നിത്യമേനും വിചാരിച്ചു എത്ര വൈറലാവും ഇത്. നിത്യമയുടെ അപ്പൻ എന്ന് പറഞ്ഞു. നിത്യമേനും 100% അവൻ ജന്മത്തിൽ വിചാരിച്ചോ ഈ ആൾ സെലിബ്രിറ്റി ആവുന്നത്. അവിടെ വിജയം. വേറെ വിജയം പറയാം. ലാലേട്ടൻ എന്റെ പുസ്തകം കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു. ആ ലാലേട്ടൻ എന്റെ പുസ്തകം താഴെ എഴുതി വെരി ഗുഡ് ബുക്ക്. അറിയോ, മധുരമായ പ്രതികാരം. ലാലേട്ടൻ എന്റെ പുസ്തകം നെഗറ്റീവ് പറഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തു. അതേ ലാലേട്ടൻ എന്റെ ബുക്കിന്റെ താഴെ എഴുതി. അത് അങ്ങനെ പുള്ളിയുടെ മാനേജറെ വിളിച്ചു, ഫാൻസിയേഴ്സിൽ എല്ലാവരും വിളിച്ചു. ഞാൻ സൗകര്യമല്ലോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ അങ്ങനെ പോയെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ ഫാൻസിയേഴ്സിൽ പ്രസിഡന്റ് ആയിട്ടില്ലാണ്. എനിക്കത് താല്പര്യമില്ല. നിഷ്പക്ഷമായ റിവ്യൂ എടുക്കാൻ പറ്റില്ല. ഞാൻ എന്ന് വയറില്ല, അന്ന് പോലും പുള്ളിയുടെ കഷ്ടം തുടങ്ങിയത്. അതുവരെ പുള്ളി വരേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അല്ലല്ല, അതിന് മുന്നേ ഒടിയനൊക്കെ ഇറങ്ങിയത്. ഒടിയൻ ഇറങ്ങിയ ഒരു സമയത്ത് പുള്ളിയുടെ പുലിമുരുകൻ, ജനതാ ഗ്യാരേജ് അങ്ങനെ കുറെ പടം ഹിറ്റായി. ആ സമയത്ത് മമ്മൂട്ടിയുടെ എല്ലാ സിനിമ ഫ്ലോപ്പായി. അല്ല, ഓടിയൻ ശേഷം അല്ല. ഓടിയൻ ശേഷം ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. ലൂസിഫർ ഓടിയൻ ശേഷമാണ്. പറയുക പടം ഹിറ്റാണ്. ഞാൻ പറഞ്ഞ ഒരു സമയത്ത് ലാലേട്ടന്റെ പടം നല്ല ഹിറ്റും മമ്മൂട്ടിയുടെ എല്ലാ പടം ഫ്ലോപ്പായി. മമ്മൂട്ടിക്ക് 40 ഫ്ലോപ്പ് വന്നതാണ്. പുള്ളി ആ സിനിമയെ ശ്രദ്ധിക്കാതിരുന്നതാണ്. പുള്ളി മകൻ വന്നപ്പോ അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? പുള്ളി ഇടയ്ക്കൊരു പുള്ളി കളി കളിച്ചു. അങ്ങനെയാണ് ലാലേട്ടൻ പുറത്തായിട്ട് മമ്മൂട്ടി വന്നത്. ആ കളിയൊന്നല്ല. അയ്യോ, മരക്കാർ ഇറങ്ങുന്ന സമയത്താ മരക്കാർ OTT ഇറങ്ങി അവർക്ക് നഷ്ടം ഉണ്ടാവില്ലേ. പിണറായി വിജയൻ കൊണ്ട് മമ്മൂട്ടി വിളിച്ച് ആന്റി പെരുമാനെ പറയിപ്പിച്ച് ആ പടം തിയേറ്ററിൽ ഇറക്കി അവർക്ക് നഷ്ടം ഉണ്ടായി. അവിടെയാണ് മമ്മൂട്ടി കളിച്ചിരിക്കുന്നത്. മമ്മൂട്ടി മോഹൻലാൽ പലപ്പോഴും കളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എനിക്കെല്ലാം അറിയണോ കുറിപ്പ്. ഞാൻ ഒബ്സർവ് ചെയ്ത് ഞാൻ ആദ്യം വയലാൻ കുറിപ്പിലാണ്.
കുറിപ്പ് കണ്ടിട്ട് ഞാൻ ഒരു ഡയലോഗ് ഇറക്കി, അത് വൈറലായി. അതായത് മോഹൻലാലിനെ ഒതുക്കാൻ നോക്കി മമ്മൂട്ടിയുടെ ശ്രമം ഊമ്പിപ്പോയി. മോഹൻലാലിനെ ഒതുക്കാൻ ശ്രമിച്ച മമ്മൂട്ടിയുടെ ശ്രമം പൊളിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് ഊമ്പിപ്പോയി. എന്താ ഉപയോഗിച്ചു അത് കുറച്ച് അവിടെ കളി ഇറങ്ങുന്നുണ്ട്. ആ കളിയല്ല, ജസ്റ്റ് കളിയല്ല, ആ കളിയല്ല. അങ്ങനെയാണ് ലാലേട്ടൻ ഡൗൺ ആയിട്ട് മമ്മൂട്ടി കയറിയത്. ഈ ഓഗസ്റ്റ് 15 കൊല്ലം 40 ഫ്ലോപ്പ് മമ്മൂട്ടിക്കുണ്ടായിരുന്നു. അത് പുള്ളി മകൻ വന്നോണ്ട് സിനിമയിൽ ശ്രദ്ധ പോയതാണ്. ആരെന്താട്ടെ നമ്മുടെ വിഷയത്തിൽ കയറാം. നമ്മൾ എന്തുകൊണ്ട് ആരാധന പെണ്ണ് കിട്ടുന്നില്ല? ഞാൻ എല്ലാം സത്യസത്യമായിട്ട് തുറന്നു പറഞ്ഞു. സാറിന് ആണെങ്കിൽ പ്രണയിക്കുമ്പോൾ നല്ലത് മാത്രം കാണിക്കും, കല്യാണം കഴിച്ച ശേഷം തന്നിരൂപം കാണിക്കുള്ളൂ. ഞാൻ ആദ്യമേ തന്നിരൂപം കാണിച്ചു, എന്നെ റിജക്ട് ചെയ്തു. എനിക്ക് വേണ്ടിയിട്ടില്ല, കളറാവണം, പിന്നെ പൊളിക്കണം, കളറായ ഇവിടെ കളറായ എനിക്ക് വേണ്ടി കിട്ടും. ഞാൻ ബ്രൈറ്റ് കൂടെ കൂടിയിട്ട് 3-4 ദിവസമാണല്ലോ കിട്ടി തുടങ്ങി. ഞാൻ കള്ളം പറഞ്ഞ പുള്ളിക്ക് വേണ്ടിയാ, പുള്ളിക്ക് വേണ്ടി എല്ലായിടത്തും കള്ളം പറയാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കള്ളം ഞാൻ കള്ളം പറയാൻ തുടങ്ങി. ഇല്ലേ കള്ളം പറഞ്ഞു, സാറേ കള്ളം പറയാറില്ല. നല്ല കമ്പനിയാ. കള്ളം പറയാത്തോണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടന് ആന്റി വരുമ്പോ അതേപോലെ ആരിയില്ല. ഞാൻ ലാലേട്ടൻ ആന്റി വരുമ്പോ സാധാരണ മുല്ലപ്പൂമ്പടി എട്ടി കിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം. ഇത് തിരിഞ്ഞായി പോയി. മുല്ലപ്പൂര് വളമില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ചിലപ്പോ പുള്ളി ലാലേട്ടനോ ഞാൻ ആന്റി പെരുമ്പാറോ അങ്ങനെയൊന്നും പ്രശ്നമുണ്ട്. ഞാൻ പറയാൻ പുള്ളി കേൾക്കില്ല. അല്ല ഇപ്പൊ നേരെ മുല്ലപ്പൂന് മണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ലാലേട്ടനെ സാമ്പത്തികമായി ശരിയാക്കിയതും ആന്റി പെരുമ്പാറാണ്. അവരെ എന്നെ സാമ്പത്തികം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളെ സാമ്പത്തികം നോക്കിയിട്ടില്ല. 10 രൂപ അവനെ വിളിച്ചു വെച്ച വാഹം പറ ശരി ഞാൻ പിന്നെ വിളിക്കാം. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ പെരേരയ്ക്ക് ചേട്ടനോട് വല്ല ശത്രുത വല്ലതും ഉണ്ടോ? അല്ല എനിക്കൊരു സംശയമുണ്ട്. എന്നാ അറിയാ, നമ്മളിവിടെ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തു, മറ്റേ ഐഡന്റിറ്റി മൂവി ഇറങ്ങിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് പെണ്ണ് കേസ് വരും. ഞാൻ ചോദിച്ചാൽ എന്നാ നീ പോഡ്കാസ്റ്റിൽ പോയി അവിടെ ഞാൻ പറഞ്ഞ നിന്നെ വിളിക്കാത്തതിന്റെ അസൂയല്ല, അല്ല അവിടെ വന്നു കഴിഞ്ഞാൽ സ്കെച്ചായി, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണ് കേസ് വരും എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ അവൻ സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ ഏതോ പെണ്ണ് എന്നെ പറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നീ ആ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നത്, നീ ആ കെട്ടാ. എന്തുകൊണ്ട് ആരാട്ടിന് പെണ്ണ് കിട്ടില്ല പറയൂ, എന്റെ ചോദ്യമാണ്. മലയാളി വേണം നിർബന്ധമുണ്ടോ? മലയാളി വേണോ നിർബന്ധമുണ്ടോ? കന്നഡ വേണോ? ഹിന്ദിക്കാരി വേണോ? തമിഴ് വേണോ? എനിക്ക് രാജ്യം ഇവർക്ക് ആർക്കും ആറാട്ടിനെ അറിയത്തില്ലല്ലോ. അറബിയെ അറബി പെണ്ണിനെ എല്ലാം കേട്ടു. കള്ളത്തരം കാണിക്കാൻ പെണ്ണിട്ടിയാണ്. കള്ളത്തരം കാണിക്കാൻ പെണ്ണിട്ടിയാണ്. ഇങ്ങനെയാണ് ചെയ്താൽ ഇത്രയും ഗൾഫ്രൻസ് ആയത്. ചെയ്താൽ മുഴുവൻ കള്ളത്തരമാണ്. എനിക്ക് കള്ളം പറയാൻ അറിയില്ല. കള്ളം പറയാൻ അറിയില്ലതല്ല, കള്ളം പറയാറില്ല. അത് ഇപ്പൊ തുടങ്ങിയായിരുന്നു. അരമണിക്കൂർ മുമ്പ് പറഞ്ഞു കള്ളം പറഞ്ഞു തുടങ്ങി താനിപ്പോ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ആരാട്ടം പെണ്ണിട്ടില്ല? ഇത്ര എനിക്ക് സൗന്ദര്യമില്ല, സമ്മതിച്ചു, സൗന്ദര്യമില്ല. സൗന്ദര്യമൊക്കെ ഉണ്ട്. നിങ്ങളെ മനസ്സിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ഇനി ഞാൻ എന്ത് ചെയ്യും? ശരിക്കത്തെ പെൺകുട്ടികൾക്ക് മനസ്സ് വേണ്ട. എന്നോട് പെണ്ണ് പറഞ്ഞു അവൾക്ക് 6 pack ബോഡി, 6 സിക്സ് പാക്ക് അടിക്കാമല്ലോ, ആർക്കും പറ്റുമല്ലോ. വേറെ അതങ്ങനെ ഒരു ബക്കറ്റ് എടുത്ത് വെക്കത്തില്ല ബാത്റൂമിലോട്ട്, പിന്നെ സിക്സ് പാക്ക് മടി. എനിക്ക് ജിമ്മിന് പോകാൻ പറ്റില്ല. എനിക്ക് സ്റ്റാമിന ഇല്ല. ജിമ്മിൽ പോയി പണി എടുക്കണ്ട, രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യണ്ടേ? നടക്കുന്നില്ല. എനിക്ക് സ്റ്റാമിന ഇല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പണ്ട് ഞാൻ ഒന്നും വേണ്ട വരച്ചു വെക്കും. നടക്കാൻ പോകും. പണ്ട് ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയി. സച്ചിൻ ടെണ്ടുൽക്കർ പോലെ ആണെന്ന് വിചാരിച്ചാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്നെ എന്റെ ലക്ഷ്യം. പക്ഷേ ആദ്യത്തെ ബോളത്തിന് സ്വപ്നത്തി ആക്ഷനേ ഉള്ളു, ബോൾ സ്റ്റമ്പയിലായിരിക്കും.
അല്ല എനിക്ക് ഈ മാങ്ങ ഇറച്ചിയിൽ അടിക്കാൻ പറ്റും, പക്ഷെ ശരിക്കും ബോളിൽ അടിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ടായി. ഈ മാങ്ങ ഇറച്ചി കളിക്കുക കഴിഞ്ഞാൽ മാങ്ങ ഇറച്ചി ബോൾ എടുത്താൽ അടിക്കണം. ഇല്ല ഫാസ്റ്റ് പേസിൽ ബോൾ ചെയ്യണ്ട, ബോൾ കാണാൻ പറ്റില്ല, വിക്കറ്റ് കൊണ്ടുപോകും. സെന്റർ വിക്കറ്റ് അങ്ങ് അടിക്കും. അതും കുഴപ്പമില്ല. പിന്നെ മനസ്സിലേക്ക് വെച്ച് പണിയല്ല. ആദ്യം ക്രിക്കറ്റ് വിട്ടു. അങ്ങനെ ഇദ്ദേഹം ക്രിക്കറ്റ് ഉപേക്ഷിക്കുക, ആ ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ച്. ക്രിക്കറ്റ് വിട്ട, ക്രിക്കറ്റ് എന്നെ വിട്ടതാണ്, ഞാൻ വിട്ടതല്ല. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് എക്സൈറ്റഡ് ആവാനും അന്നേരം ഭയങ്കര ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ കാണിച്ചപ്പോഴേ ക്ഷീണിച്ചു. ഇയാൾക്ക് എങ്ങനെ പെണ്ണ് കിട്ടാനാ? അന്ന് സ്റ്റാൻഡിങ് ഇയാളിപ്പോ എഴുന്നേറ്റ് ഇത്രയും കാണിച്ചപ്പോ തന്നെ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുവോ? അവസ്ഥ പണ്ട് അങ്ങനെ ഇല്ല. പെണ്ണ് കളിക്കാനുള്ള അല്ല, പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളെ സ്നേഹിക്കാനുള്ളതാണ്. എത്ര സ്നേഹം എനിക്ക് കൊടുക്കാം. പക്ഷെ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് സ്നേഹം വേണ്ട, നഷ്ടമാണ് വേണ്ടത്. സ്നേഹം വേണ്ട ആൾക്കാരുണ്ട്. അവർക്ക് സ്നേഹം വേണ്ടവരുണ്ട്. വേണ്ട സിക്സ് ബാക്ക് ബോൾ. അല്ലല്ല, സ്നേഹം വേണ്ടവരുണ്ടെണ്ണ. എന്തുകൊണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ തോവിന്റെ പുറകെയും പൃഥ്വിരാജിന്റെ പുറകെയും മമ്മൂട്ടിയുടെ പുറകെയും ജയന്റെ പുറകെ പോകുന്നു? മോഹൻലാലിന്റെ പുറകെ ആരും പോകുന്നില്ലേ? മോഹൻലാലിന് സിക്സ് പാക്ക് ഇല്ലല്ലോ. വേണ്ട, വളരെ വേറെയുള്ള കാര്യങ്ങളാണ്. അല്ല അണ്ണനപ്പം എത്ര ഇതൊക്കെയെല്ലാം പണ്ട് പോലെ പെണ്ണുങ്ങൾക്ക് ആയിട്ട് നഷ്ടമാണ്. പണ്ട് ജയൻ, അതേ മമ്മൂട്ടി, അതേ പൃഥ്വിരാജ്, അതേ ടോവിനോ, എൻ്റെ കസ്റ്റ് ഹിസ്റ്ററിയാണ്. പൃഥ്വിരാജ് എന്തൊരു പൗരത്വമാണ്. അവ എന്താണ്, അവർക്ക് ലസ്റ്റാണ് വേണ്ടത്, ലവ് അല്ല. സാധാരണ ആൾക്കാർ പറയും പെണ്ണുങ്ങൾക്ക് ലസ്റ്റ് ആണ്, പെണ്ണുങ്ങൾക്ക് ലവ് ആണെങ്കിൽ ലഷ്ടം, പെണ്ണുങ്ങൾക്ക് വേണ്ട ലഷ്ടമാണ്. റിലേഷൻഷിപ്പിലൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടല്ലോ. റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ എപ്പോഴും ഇങ്ങനെ മറ്റ് സ്ത്രീകളായിട്ട് ബന്ധം വരിക, അല്ലെങ്കിൽ പുരുഷന്മാരായിട്ട് വേറെ ബന്ധം വരിക എന്നൊക്കെ പറയുമ്പോഴേ ഈ ആണുങ്ങൾ ചോദിക്കുക, നീ അവരോട് സെക്സ് ചെയ്തോന്നായിരിക്കും ഇത് പൊക്കി പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പെണ്ണുങ്ങൾ അങ്ങനെയല്ല ചോദിക്കുക. പെണ്ണുങ്ങൾ ചോദിക്കാൻ തനിക്ക് അവളോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാം. നിങ്ങൾ ഇഷ്ടത്തിലാണോ, തനിക്ക് അവളോട് സ്നേഹമുണ്ടോ? ഈ ചോദ്യം രണ്ട് ഡിഫറെന്റാ. അത് പോയിന്റാണ്, അത് അംഗീകരിക്കുന്നുണ്ട്. കാരണം അവർക്ക് സെക്സ് ചെയ്യുന്ന അത്ര പ്രശ്നമല്ല, പക്ഷെ അവളെ സ്നേഹിക്കുന്നതാണ് പ്രശ്നം. പ്രണയിക്കുന്നുണ്ടോന്നുള്ള പ്രശ്നമാണ്. ചുമ്മാ പോയി കളിച്ചിട്ടൊന്നും വന്ന ആണുങ്ങളുടെ കേസിൽ അവരെ വിഷയമാക്കത്തില്ല. ഒരു കളി കളിച്ചെന്ന് വെച്ചാൽ അവർക്ക് വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ സ്നേഹിക്കരുത്, സ്നേഹിച്ചാൽ തന്നെ ശരിയാക്കും. ആണുങ്ങൾക്ക് നേരെ അതൊന്നും അല്ല പ്രശ്നം, സ്നേഹിച്ചാലും പ്രശ്നമില്ല, പോയി കളിക്കരുത്. അപ്പൊ അവിടെ വെടിയായി. എനിക്കുള്ള കാര്യം പറയല്ലേ, കളി ഒരു വിഷയമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ എനിക്ക് ഇച്ചിരി ശ്രേണത ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് കുറച്ച് എഴുതിട്ട് പെട്ടിട്ടില്ല, എനിക്ക് എഴുതിട്ട് പെട്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും ആരായിട്ട് ഇൻവോൾവ് ചെയ്തു, എന്റെ കൂടെ ഞാനായിട്ട് മാത്രം ഇൻവോൾവ് ചെയ്യേണ്ട ആരായിട്ട് ഇൻവോൾവ് ചെയ്തു, എന്നിട്ട് പെണ്ണ് കിട്ടണില്ല. വളരെ ശ്രമിച്ചു. എന്റെ ഡിറ്റർമിനേഷൻ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യണം. 200 ആയിട്ട് ഞാൻ നിർത്തിയിട്ട് ഇപ്പോഴും ഞാൻ പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. 200 പേരെ പ്രപ്പോസ് ചെയ്തല്ലേ? 1000 ആക്കണം. അല്ല 50 സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും പറയാം, സിനിമാടിമാർ പറയാം 50 സെലിബ്രേറ്റ് ചെയ്ത്, ബാക്കി 150 സാധനക്കാരാണ്. ഈ വയറിലെ ശേഷം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പണ്ടോട്. ശരിയാ കേട്ടോ. അണ്ണൻ ഒരു വീഡിയോ കോൾ ചെയ്ത ഒരാൾ താഴെ താമസിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആരാട്ടണ്ണ ചുമ്മാ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുക, എന്നിട്ട് ആരോ അക്സെപ്റ്റ് ചെയ്തു. ആ പെണ്ണിനെ കയറി ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്തു. അത് ഞാനാ, അത് അറിയാൻ സംഭവിച്ചായിരിക്കും. അറിയാതെ സംഭവിച്ചാണ്. ഞാൻ വീഡിയോ കോൾ നടത്താറില്ല, വീഡിയോ കോൾ നടത്താറില്ല, തെളിവടക്കമുണ്ട്. ഞാൻ രാത്രി ഉറങ്ങിപ്പോയപ്പോഴായിരിക്കും. ഇത് മറ്റേ പേരേ പറഞ്ഞ പോലെ ഇരിക്കുമല്ലോ. ഞാൻ അങ്ങനത്തെ അറിയാൻ സംഭവിച്ചാ, എനിക്ക് അവിടെ പോകുമ്പോ ഇവിടെ പോകുമ്പോ ഒക്കെ അവൾ ഇവിടെ കയറി പിടിച്ചു, അവളെ കയറി അവരൊന്നും അറിയത്തില്ല. അങ്ങനത്തെ മട്ടത്തന്നെ കാണിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏത് പെണ്ണാരാണ് ഇന്നാളെ കണ്ടു, നിങ്ങളായിട്ട് പറയുന്നത് കേട്ടു. ഇത് ഞാൻ രാത്രി ഉറങ്ങിപ്പോയി, അതൊക്കെ കണ്ടു. ഞാൻ രാത്രി ഉറങ്ങിപ്പോയി, നിങ്ങൾ പറയുന്നത് കേട്ടു. ഉറങ്ങിപ്പോയപ്പോ തന്നെ കോള് പോയോ? ഇടയ്ക്കാണ് പോകാൻ, ഞാൻ ഇടയ്ക്ക് ലൈവിൽ ഉറങ്ങാറുണ്ട്. അത് ഭയങ്കര കോമഡി. ആരാണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, ആ പെണ്ണ് അറിയാതെ അക്സെപ്റ്റ് ചെയ്തു. എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നോട് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഒരു ദിവസം ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു വീഡിയോ കോളിങ് വരിക, അവൾ ഉടനെ ബ്ലോക്ക് ചെയ്തു തന്നെ. ഏതാ പെണ്ണ്? അറിയാതെ വന്നേ. നമുക്ക് ആ പെണ്ണെ നേരിട്ട് ഇവിടെ കൊണ്ടു നിർത്താം. ഏതാ പെണ്ണ്? നമുക്ക് എനിക്കറിയാവുന്ന ആളാണ്. ചിലപ്പോ അങ്ങനെ അറിയാവുന്നതായി കോയിൻസിഡന്റായി നടന്ന സംഭവമാണ്. അണ്ണൻ അറിയാൻ പറ്റിയ എന്നെ വീഡിയോ നടത്താൻ എടുക്കാറില്ല. എന്തോ എന്നെ വീഡിയോ നടത്താൻ എടുക്കാറില്ല, മറ്റുള്ള വീഡിയോകൾ നടത്താറില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഹണി ട്രാപ്പിൽ ബെറ്ററാണ്. വീഡിയോ ലീക്കായുണ്ട്. എന്ത് വീഡിയോ? നഗ്ന വീഡിയോ. നഗ്ന വീഡിയോ അത് 1-2 പേരിലുണ്ട് കേരളത്തിൽ. വീഡിയോ കോൾ അല്ല, അങ്ങനെയല്ല. ഒരു പെണ്ണ് വന്നിട്ട് നോർത്ത് ഇന്ത്യ വന്നിട്ട് ഇനി അത് മുഖി
ഒരു അവതരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് ആ ചെക്കൻ പറഞ്ഞു 21,000 rupees ആണ്, ഞാൻ കൊടുത്തില്ല, അവൻ ഇട്ടിട്ടുമില്ല. അവൻ തപ്പിയപ്പോ ഒന്നും ചെയ്യത്തില്ല. അവൻ തപ്പിയപ്പോ മെയിൻ ആളാ കേരളത്തിൽ, അതുകൊണ്ട് അവൻ ഇട്ട് കാണത്തില്ല. 21,000 rupees. എടോ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരുന്നാലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു പാർട്ടിക്ക് ഇതുപോലെ പറ്റിയതാ. തനിക്ക് മാത്രമല്ല ഒത്തിരി പേർക്ക് പറ്റുന്നുണ്ട്. ഇല്ല, അണ്ണന്റെ വീഡിയോ വന്നിട്ടില്ല. 2 പേരും അതിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ. എടോ അത് ആരും പുറത്തു വരത്തില്ല. അണ്ണന്റെ വീഡിയോ വരത്തില്ല. വന്നെങ്കിൽ എപ്പോഴേ വൈറലായി കാണും, അത് ഇടത്തില്ല. ഫേസ്ബുക്കിൽ ഇട്ടു. ചിലപ്പോ അത് കൊറിയൻ മറ്റേ അണ്ണൻ ജോണിച്ചാനെ മാറിയിരിക്കുകയാണ് എവിടുത്തെ ഏതോ കൊറിയയിൽ ജോണി സിൻസിന്റെ റോളിൽ ടണ്ണൻ ഈ പെണ്ണുങ്ങൾ കളിയാച്ചിരിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അണ്ണ ടാർ പെണ്ണുങ്ങൾ കളിയാച്ചിരിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നി, ഇവര് എന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ? സംശയമുണ്ട്. അല്ലാട്ടെ, അതിപ്പോ പെരേരെ കാണുമ്പോൾ വാവത്തി പെണ്ണുങ്ങൾ ചിരിക്കുന്നുണ്ട്. അത് നിങ്ങളെ പഴയ കോമഡി ഒക്കെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ അണ്ണൻ അങ്ങനെ വരത്തില്ല. അവരുടെ പരിപാടി എന്താണെന്നറിയോ, അവര് പൈസ ചോദിച്ചിട്ട് ഈ പെണ്ണുങ്ങൾ എന്നെ കാണുമ്പോൾ കളിയാച്ചിരിക്കുന്നത് എന്തിനാണ്? എടോ ഒരു കാര്യം പറയുന്ന കേക്ക്, ഈ ഇങ്ങോട്ട് നോക്കിയേ. എടോ അവിടെ മൈക്കൊന്നുമില്ല, മൈക്കില്ല, അവിടെ വെക്ക് പറയട്ടെ. അങ്ങനെ വീഡിയോ കോൾ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, ആരും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാം. പിന്നെ സമ്മതിച്ചു. അതുപോലെ തന്നെ അവര് പൈസ ചോദിച്ചാൽ കൊടുക്കാതിരുന്നാൽ മതി. അവരൊരിക്കലും ആ വീഡിയോ എടുത്ത് ഒരിടത്ത് ലീക്ക് ചെയ്യത്തൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ പിന്നെ മലയാളികൾ തന്നെ ഞാൻ പറയത്തുള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഇല്ല, ഞങ്ങള് ബ്ലഡി നൈറ്റിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാന് പെരേരയുണ്ട് എന്റെ കൂടെ. അപ്പൊ ഇതുപോലെ ഒരു പെണ്ണ്, എനിക്കാണ് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അന്ന് നമുക്ക് ഫ്രണ്ട്സ് ആകുന്നൊക്കെ രീതിയിൽ അവള് സംസാരിച്ചിട്ട് എന്നെ വെളുപ്പിന് 2:30 വീഡിയോ കോൾ ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ നിന്നിട്ട് ഇത് ഉണക്കിട്ട് പെരേരയുടെ മോന്തം കാണിച്ചു. പെരേര ഇങ്ങനെ നിൽക്കുക. അപ്പം തന്നെ അത് കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മലയാളിയാണ്, പെരേര അറിയാന്ന് അറിയണ്ട. അത് ഞാൻ പറഞ്ഞ ആരോ മലയാളിയാ, എന്തോ അഞ്ജലി ഗുപ്ത അങ്ങനെ കണ്ട് എന്തോ പേരാണ്. മറ്റേ മെസ്സഞ്ചർ പണ്ട് മെസ്സഞ്ചറിലുള്ള മെസ്സേജ് അയക്കുക, ഇപ്പൊ മെസ്സേജ് അയക്കാറില്ല. ഇവന്റെ കലകൾ ഇപ്പൊ കാണാനിരിക്കുന്നതേ ഉള്ളൂ കേരളം. അണ്ണനും അവരോട് ചേർന്ന് മിക്കവാറും കാണിക്കും. ഇവന്റെ പേരാണ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് അണ്ണന്റെ ഗ്രൂപ്പിൽ അവന്മാര് വിളിക്കുന്നതാ, അല്ലാതെ എന്നെ നാട്ടുകാരെ വിളിക്കുക. എന്റെ ആന്റി വെൽബോറാണ് ഇപ്പോൾ. അറിയില്ല, ആന്റി വെൽബോറോട് മനസ്സിലായില്ല എല്ലാ കാര്യങ്ങളും. അതായത് പൈസ ഇടപാട് മൊത്തം ഇപ്പൊ ബ്രൈറ്റാ. അതായത് മാർക്കറ്റിംഗ് എവിടെയെങ്കിലും ഉദ്ഘാടനം പിടിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാടാ, ബർത്ത്ഡേ വിഷ് ഉണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, എല്ലാ ആറാട്ടനും ചെയ്യുന്നുണ്ട്. അതും ചെറിയ പരിപാടി ഒന്നല്ല. ഇതിനകത്തുള്ള രസം എന്താണെന്നറിയോ, ആറാട്ടന് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയോ, 1 million views ആ കൊടുക്കുന്നത്. അത് ഒരു സെലിബ്രിറ്റിക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഹണി റോസിന് പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഹണി റോസിനൊക്കെ വിളിച്ചോണ്ട് പോയാൽ ചുമ്മാ അവിടെ നിർത്തി ആരറിയും. പക്ഷെ ആറാട്ടനം വന്നാൽ അങ്ങനല്ല. ആ 1 million എന്നുള്ളത് ഒരു ആറാട്ടണ്ണന്റെ കെയർ ഓഫ് മാത്രമാണ്. പിന്നെ ട്രോള് ബഹളങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 3-4 million റീച്ചാ കിട്ടാൻ പോകുന്നത് ഏത് ആൾക്കാർക്കാണേലും. പക്ഷെ അത് നല്ല പേയ്മെന്റ് ഉണ്ട്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ പരിപാടി അറേഞ്ച് ചെയ്യുന്നതിന്റെ കോസ്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടെ നടത്തുന്നതാണ്. ആറാട്ടന് ആയിരിക്കും നമ്മുടെ മോഡൽ എന്നേ ഉള്ളൂ. ഐഡിയാസ് പലതരം മാസ് സീൻസ് ഒക്കെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അത് ഏതെങ്കിലും പ്രൊമോഷൻ ചെയ്യണമെങ്കിലോ, അത് സിനിമയാണെങ്കിലും കൊള്ളാം, പ്രോഡക്റ്റ് ആണെങ്കിലും കൊള്ളാം, ഹോട്ടലോ എന്ത് സ്ഥാപനമാണേലും അറിയിച്ചാൽ മതി. അപ്പൊ വൈറലോട്ട് വൈറൽ അലറലോട്ട് അലറൽ. നിങ്ങളൊരു ആൾ പറഞ്ഞു അത് നോക്കണം, ആ നമ്പർ വിഷ്ണു പറഞ്ഞല്ലേ, അത് നോക്കണം. അത് നോക്കുക. ഇതിനകത്ത് വേറെ ആർക്കും ഈ ഓഫർ കൊടുക്കാൻ പറ്റത്തില്ല. 1 million ഒന്നും കിട്ടത്തില്ല ആർക്കും. ഇത്ര നാളെ ഫെയിമായി, ഇനി കുറച്ച് പണം ഉണ്ടാക്കണം. നമ്മളടക്കം, ഞാനൊക്കെ അടക്കം, ഇയാളും ഞാനും വരെ തനിക്ക് ആ പരിപാടി നടക്കുമെന്നുള്ള പരിപാടി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. താൻ ഇതിനകത്ത് ഇൻവോൾവ് ആവില്ല മര്യാദയ്ക്ക്, താൻ ഇങ്ങനെ കറങ്ങും. ഈ ആളെ അടിഞ്ഞ പരിപാടി പിടിക്കാതിരിക്കാവോ? കണ്ടന്റ് ഉണ്ടാക്കി തരാം, അത് താനങ്ങ് ആക്ട് ചെയ്ത് വെച്ചാൽ മതി. നല്ല കണ്ടന്റ് ഉണ്ട്. ഇവൻ ഒത്തിരി കണ്ടന്റ് ചെയ്യുന്നവനാ. ഇവന് ചെറിയ നല്ല ക്ലിപ്പ് ഉണ്ടാക്കി തരും. അത് ഭയങ്കര വൈറലാവും. അത് മതി. അല്ലാതെ ഈ തീട്ട പരിപാടിക്ക് പോകരുത്. ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് കൈ കൊടുക്കുക, അവരുടെ പുറകെ വായി മുടച്ചിരിക്കുക, അങ്ങനെ കൊടുക്കണ്ട. അന്ന് സംഭവിച്ച തെറ്റാണ്, അവർ രക്ഷപ്പെടട്ടെ. അത് ശരിയാ, പക്ഷെ അത് സമൂഹത്തിന് അറിയത്തില്ലല്ലോ. ഞാൻ കൈ കൊടുക്കുന്നു, സായിപ്പിന്റെ കൈ കൊടുക്കുന്നു. അന്നെന്നോപ്പം താൻ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഫോട്ടോച്ചിലൊക്കെ പോയി സായിപ്പ് മദാമയ്ക്കും കൊടുക്കാം. ഈ തെണ്ടികൾ കൊടുക്കണ്ട. പലതും പുറത്തു വരും ഇവനുള്ളതുകൊണ്ട്. സുഖം കിട്ടണം. സെലിബ്രിറ്റി കൈ കൊടുത്തപ്പോ സുഖം കിട്ടിയാണ്. സെലിബ്രിറ്റിയുടെ പേരൂടെ പറയാം, വിവാദമാണ്. അവൻ വേണ്ട
ഞാൻ സമ്മതിക്കത്തില്ല. വൈറലാക്കിയത് അവനെ ഈ പുള്ളി. അല്ല, പറഞ്ഞേക്കാം. ഞാൻ കൈ എടുക്കുന്ന എല്ലാം നിഷ്കളങ്കമായ ഹാൻഡ് ഷേക്കാണ്. അതെ അതെ അതെ. എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. അല്ല, അന്ന് ഞാൻ ഐസൊലേഷനിലേക്ക് രണ്ട് അണ്ണന്മാര്, ഒരു മണ്ടനും ഒരാളും എനിക്കത് പറഞ്ഞു. ഞാൻ നിഷ്കളങ്കമായിട്ട് കൊടുത്താണ്, എനിക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അന്ന് അവര് ജാട കാണിച്ചല്ല, അവർ ബിസി ആയിട്ട് പോയതാണ്. എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല. എനിക്ക് ശരിക്കും പരിപാടി ചെയ്യാനൊന്നും തോന്നിയിട്ടില്ല. അല്ല, ഇത് വിളിച്ചു പറ. അപ്പം ഉള്ള കിട്ടാവുന്ന പെണ്ണും പോവും. മനസ്സിലായോ? ഈ പെരേര പറഞ്ഞ പോലെ എന്റെ ഇത് ചെറുതാന്ന് പറഞ്ഞപ്പോ അത് വെച്ച് ട്രോൾ ആൾക്കാർ എന്നെ പ്രേമിക്കരുത്. അത് നോക്കി പ്രേമിക്കരുത്. സ്നേഹമാണ് ഈ അത്ര തരം. ലസ്റ്റ് നോക്കി എന്നെ പ്രേമിക്കരുത്. സ്നേഹം എനിക്ക് ലസ്റ്റ് ഇല്ല. നിത്യമേനോട് അല്ല, ഈ പുള്ളിക്ക് ആദ്യം പല ആണുങ്ങളും പല ആണുങ്ങളും നിത്യമേനോനെ വേറെ വഴിയിൽ കണ്ടപ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ ഹേർട്ട് ആവുകയാണ്. എനിക്ക് അവരുടെ അത്രയ്ക്ക് പരിശുദ്ധമായ സ്നേഹമായിരുന്നു. ഞാൻ സ്നേഹിച്ചാണ്. സെക്സ് ഔട്ട് ലവ് ഉണ്ട്, സെക്സ് ഔട്ട് ലവ് ഉണ്ട്, സെക്സ് ഔട്ട് ലസ്റ്റ് ഉണ്ട്. സെക്സ് ഔട്ട് ലവ് ചെയ്യും, പക്ഷെ സെക്സ് ഔട്ട് ലസ്റ്റ് ചെയ്യില്ല. സെക്സ് ഒക്കെ ചെയ്യും. ഇല്ല, സെക്സിൽ രണ്ട് കാര്യമാണ്. താൻ മണ്ടറ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതല്ല, ഞാൻ സെക്സിനെ കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. പറഞ്ഞേക്കാം, സെക്സ് എന്ന് പറഞ്ഞാൽ ലവ് ഉണ്ട്, ലസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു അല്ലല്ല, പുള്ളി പറഞ്ഞ അതിന് ഞാൻ യോജിക്കുന്നറിയോ? നമ്മള് പുള്ളി ഉദ്ദേശം എന്നറിയോ? സ്നേഹിച്ച് അല്ല പ്രണയിച്ച് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതാണ് പുള്ളി ഉദ്ദേശം. അതല്ല, നമ്മൾ ഒരു ലവറാണ് അല്ലെങ്കിൽ ഭാര്യ, അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ ലവ് ആയിരിക്കും കൂടുതൽ. അതെ, അതാണ് പുള്ളി ഉദ്ദേശം. മറ്റേത് കള്ളവടി വെക്കാൻ പോകുന്ന കേസാണ്. മറ്റേത് മനസ്സിലായി? ഇത് തന്നെ, ഒന്ന് സ്നേഹിച്ചുകൊണ്ട് കാമിക്കുന്നു, മറ്റേത് കാമം തീർക്കാനായിട്ട് പോകും. ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത്. കാമിക്കുന്നു, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒരിടത്ത് പൈസ കൊടുക്കുന്നില്ല, വേറൊരിടത്ത് പൈസ കൊടുക്കുന്നുണ്ട്. അതാ ഉദ്ദേശം തോന്നുന്നു. അതായത് സ്വന്തമായിട്ട് ഞാൻ ഇട്ട് കുടിക്കുന്നു, അത് കഴിഞ്ഞില്ല. ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ചെയ്താൽ ലവ് ഇല്ല, ചെയ്താൽ ലസ്റ്റ് മാത്രമേ ഉള്ളൂ. ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഞാൻ തുറന്നു പറയാം, ഞാൻ കള്ളവടിക്ക് പോയിട്ടുണ്ട്. ഉള്ളായും പറയാം, അവിടെ ഒന്നും നടക്കാറില്ല. കാരണം എനിക്ക് പറഞ്ഞേക്കാം, അവിടെ എന്നോട് ഒരു പെണ്ണ് പറഞ്ഞറിയാം, നിങ്ങൾക്ക് വേണ്ടത് ലസ്റ്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടത് ലവ് ആണ്, സ്നേഹമാണ്. അത് സത്യമാണ്. കൊണ്ടാണ് കള്ളവടിക്ക് പോയി ഒന്നും നടക്കാത്തത്. അല്ല ശരിക്കും കള്ളവെടി എന്ന് പറഞ്ഞാൽ എന്റെ പരിപാടിയാ. കള്ളവെടി എന്റെ കള്ളവെടിയിൽ എന്റെ റോൾ മോഡൽ ചെയ്താനാണ്. ഞാനെവിടെയാണോ കള്ളവെടി വെക്കാൻ പോകുന്നത്? ഞാൻ കള്ളവെടി ആശാനാണ്. ഇയാൾ ആശാനെ കാണിച്ചേക്കും. ഇയാള് ബോഡിക്കൗണ്ട് 3000 എനിക്ക് ആകെ 100 ആയിരുന്നു. എന്നിട്ടേ ഒന്നും കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. കാരണം എനിക്ക് ലസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഞാൻ പറ്റാ എനിക്കൊരു ലവറോ, ആശാനെ നാണക്കെടുത്തരുതേ, എനിക്കൊരു ലവറോ ഒരു വൈഫോ ഉണ്ടായിരിക്ക. ഞാൻ കല്യാണം കഴിച്ച ഒരാൾ കമ്മിറ്റ് ആക്കി പഠിക്ക് പോയില്ല, കല്യാണത്തിന് പോയില്ല. പറയുന്നത് കേൾക്കാം, നമ്മൾ ലവറായിട്ടോ വൈഫായിട്ട് ചെയ്യുമ്പോ അവിടെ കുറച്ച് ലസ്റ്റ് ഉണ്ട്. അല്ല, ലവ് മാത്രമല്ല, 100% ലവ് ഉണ്ട്. ഉണ്ടെങ്കിൽ ലവ് ആണ് താൻ പറഞ്ഞത്. സെക്സ് ഔട്ട് ഓഫ് ലവും സെക്സ് ഔട്ട് ഓഫ് ലെസ്റ്റും ആണ് താൻ പറഞ്ഞത്. പറയട്ടെ, ലെസ്റ്റിന്റെ ഇടയിൽ വന്നാൽ പിന്നെ ലവ് എന്ന് പറയുന്നത് നിയമസഭയിലെ ആളാവിടെയാണ് കഴിക്കുമ്പോഴല്ലേ കമ്പിയാവുന്നേ. അപ്പൊ സ്നേഹിക്കുന്ന നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കും? ഓ, അമ്മയും അച്ഛനെയും പെങ്ങളെ ഒക്കെ സ്നേഹിക്കുമ്പോ കമ്പി ആവാറില്ല. പറയുന്ന കേക്ക് അതായത് സെക്ഷൻ പറഞ്ഞാൽ അത് ലവ് ഉണ്ട് ലസ്റ്റും ഉണ്ട്. അതിന്റെ പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും. ഓ, പെർസെന്റേജ് അത് പറഞ്ഞില്ല. ഇല്ല, കള്ളം പറയാന്ന് വിചാരിച്ചേ പിള്ളേച്ച. അതായത് ഭാര്യയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ അറ്റാച്ച് ലവറായിട്ട് ചെയ്യുമ്പോൾ ഒരു 90% ലവും 10% ലസ്റ്റായിരിക്കും.
അത് ഇച്ചിരി ഒരു 18-20 ആക്കിയാലോ? നമ്മളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയില്ലെങ്കിൽ കലവടി ചെയ്യുമ്പോൾ അടുപ്പില്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട് അടുപ്പുണ്ടാവും, എനിക്കത് ഉണ്ടാവില്ല. നമ്മുടെ പൂനത്ത് കുഞ്ഞബ്ദുള്ളയും നല്ലി ചേച്ചി ചെയ്യുമ്പോൾ അവർക്ക് മ്യൂസിക് അവർക്കൊരു ഇതുണ്ടായിരുന്നു, ലവ് ഉണ്ടായിരുന്നു. സാറിന് ലവ് ഉണ്ടാവാറില്ല. അവരുടെ ഒരു 80% ലസ്റ്റും 90% ലസ്റ്റും ലവ് ഉണ്ടാവില്ല, ലസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഞാൻ സെക്സിൽ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട്. ഫിലോസഫി ഓഫ് സെക്സ് എന്ന് പറയും. അതായത് ശരിക്കും റിസർച്ച് നടത്തും. ഫിലോസഫി സെക്സ് ഫുക്കോ ഫിലോസഫി എല്ലായിടത്തും ഉണ്ടോ? ഫിലോസഫി സെക്സ്, ഫിലോസഫി ഫിലിം അങ്ങനത്തെ ഒത്തിരി അത് വൃത്തിയാണ്. മാസ്റ്റുബേഷൻ ലസ്റ്റ് ആയില്ലോ, ലവ് കുറവാണ്. മാസ്റ്റുബേഷൻ ചെയ്യുമ്പോൾ ആരോടെ ലവ്? മാസ്റ്റുബേഷൻ ചെയ്യാൻ ആരുമില്ല. ലവോടുകൂടി അങ്ങ് മാസ്റ്റുബേറ്റ് ചെയ്യും. ഇതെന്താ സംഭവം അറിയാം? കാര്യം പറയാം. 10,000 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. പുള്ളിക്ക് വേറെ പരിപാടി കിടന്നുണ്ട്. പുള്ളിക്ക് ഒരു സ്നേഹം കെയറിങ് കിട്ടിയിട്ടില്ല. അതാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. ഇതങ്ങ് പറഞ്ഞാൽ പോരെ. ഇത് എന്തുകൊണ്ട് ഞാൻ ഫെയിം ആഗ്രഹിക്കുന്നു? ഫെയിം ആഗ്രഹിക്കാൻ കാരണം ഞാൻ ഈ ലാസ്റ്റ് കുട്ടിയായിരുന്നു, ഒരു ലാളിച്ച് വർത്തിയുണ്ട്, റെക്കഗ്നേഷൻ ആഗ്രഹമുണ്ട്. ഞാൻ ഫെയിം ആഗ്രഹിക്കണം. എനിക്ക് പവറിനോട് ക്രേസില്ല, മണി ആക്കിയത് മതി. കുറച്ച് ഇൻട്രസ്റ്റിൽ ഫെയിമാണ്. ഞാൻ അറ്റൻഷൻ സീക്കറാണ്, സമ്മതിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പണം കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. അത് സൈക്കോളജിക്കൽ റീസണാണ്. അവർ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ ശരിക്കും സെക്സ് എന്ന് പറഞ്ഞാൽ റീപ്രഡക്ഷൻ മാത്രം. പ്ലസ്റ്ററും വേണ്ട, പെയിനും വേണ്ട. ഈ പ്ലസ്റ്റർ കൊടുത്താണെങ്കിൽ പെയിനില്ല, പ്ലസ്റ്ററാണ് മെയിൻലി. പ്ലസ്റ്റർ കൊടുത്താണ് വീണ്ടും ചെയ്യാൻ ആളുകൾ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നേച്ചറും കൊടുക്കാനായിരുന്നു സെക്സ് റീപ്രഡക്ഷൻ മാത്രം. പ്ലസ്റ്റർ വേണ്ട, പെയിനും ഇല്ല, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിലവിൽ പ്ലസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ 12 വയസ്സിലാകുമ്പോൾ നമ്മൾ സെക്സ്വലി മെച്ചുറാവും. നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ 30 വയസ്സിലാവും. അതാണ് ഈ 18 വർഷം നമ്മൾ എന്ത് ചെയ്യും? റിലീജിയനിൽ പറയും ഒന്ന് മാസ്റ്റിബേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തു പറയും. ആര് പറഞ്ഞു? അതിനാണ് റിലീജിയനിൽ പറയണം. ജീവിക്കുന്നത് അതൊന്നുമില്ല. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് പുതിയ ജനറേഷനോട് ബഹുമാനമുള്ളത്. അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിലുണ്ട്. അവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റർ അല്ല. നമ്മൾ ലുളുമാട് പോയി കാണാം. സെക്സ് നടക്കുന്നുണ്ടോ? ഒരാണും പെണ്ണാണ്. അല്ല, ട്രിവാൻഡ്രത്ത് അങ്ങനെയല്ല. ട്രിവാൻഡ്രം ലുളുമാടിലില്ല. ഞാൻ എറണാകുളം ആകെ ഒരു ദിവസം നമ്മളവിടെ നിന്നു. ഇവിടെ കുറെ ഗേൾ ഫ്രണ്ട്സ് പോയി. ഇവര് സെക്സ്വലി ഫ്രസ്ട്രേറ്റർ അല്ല. എന്നാൽ ഫേസ്ബുക്കിൽ പല അമ്മാമാൻ സെക്സ്വലി ഫ്രസ്ട്രേറ്ററാണ്. ഞാൻ സാമ്പത്തികം കിട്ടാൻ വേണ്ടിയാണ് ഇവന്മാരെ ഉത്തേജിപ്പിച്ച് കാശ്. അല്ലല്ല ഒരു സംഭവം അല്ലല്ല ഇന്ന് ഇത് പറഞ്ഞപ്പോഴേ ഇവിടെ ഒരു വീഡിയോ ഓടിക്കുക. ഒന്നെങ്കിൽ കോമാളിത്തം, അതിന് കാണിക്കാൻ പറ്റില്ല, അത് പെരേരയ്ക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അഡൽട്ട് ഇടാറുണ്ടോ? പിന്നെന്താണ്? ഡാൻസ് അല്ല, പിന്നെന്താ കാണിക്കുന്നത്? പിന്നെ നെഗറ്റീവ് കുറ്റം. കമ്പി പോസ്റ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇടുന്ന കമ്പി പോസ്റ്റ് നെഗറ്റീവാണ്. എനിക്ക് കോമാളിത്തരം പറ്റില്ല. കോമാളിത്തിന് പീരീഡ് എടുത്തുകൊണ്ട് നമ്മുടെ പെരേരയാണ്. അല്ലെ, പുള്ളി പറഞ്ഞല്ലോ മറ്റേ സെക്സിനെ കുറിച്ച്, അമ്മമാരെ കുറിച്ച്. അപ്പം ഇന്നൊരു പോസ്റ്റ് ഇട്ടോ, പെരേരയാവരുത് ഒരു മിനിറ്റ്. ശരിക്കും പറഞ്ഞല്ലോ, ഒരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞേ, ഇപ്പോഴത്തെ ചേച്ചിമാരൊക്കെ 40-45 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കാമം കൂടുതലാ. ആമ്പിള്ളേരോടാണ് അവർക്ക് താല്പര്യം. 20 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരായിട്ട് സെക്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൊണ്ട് കമന്റ് ഇട്ടു, നേരെ തിരിച്ചുമാണ്. 40 വയസ്സ് കഴിയുന്ന അമ്മമാർക്കെല്ലാം എന്താണെന്നറിയാം, കൊച്ചു പെമ്പിള്ളാരെ മതി. 19 അത് തന്നെ. ആണുങ്ങൾ വന്നിട്ട് കുറച്ചങ്ങ് കുറെ അപ്പച്ചന്മാരെ ശരിയല്ലേ? എനിക്ക് എന്റെ പ്രായത്തിനാണ് താഴെ പെണ്ണുങ്ങളോട് ലവ് ആണ്. എന്റെ പ്രായത്തിനാണ് കൂടുതൽ പെണ്ണുങ്ങളോട് ലസ്റ്റാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവരാരും ചെറിയ പെണ്ണുങ്ങളോട് ലവ് ആണ്. എന്നെക്കാളും പ്രായമുള്ള പെണ്ണുങ്ങളോട് ലസ്റ്റാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. പ്രായം കൂടിയ പെണ്ണുങ്ങളെ പറഞ്ഞ വലിയ പ്രായമുള്ള എത്ര പ്രായമുള്ള പെണ്ണുങ്ങളോട്? ഇയാൾക്ക് പ്രായം, ഇയാൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. എനിക്കങ്ങനെ പ്രായമൊന്നുമില്ല. പറയട്ടെ 40-50 അടിക്കാം. അത് തെറ്റില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യും. 40-50 അടക്കമുള്ള പെണ്ണുങ്ങളോട് തനിക്ക് ലെസ്റ്റ് വർക്കാവും. ഇതിപ്പോ ആരും കാണത്തില്ലല്ലോ, ഇത് പോസ്റ്റ് പറയരുതെന്ന് വീഡിയോയിലിടാം. അല്ല അത് കുഴപ്പമില്ല, ആരുടെ താൻ പോയി പറയരുത്. അല്ല അത് ഞാൻ കുറ്റം പറയത്തില്ല. പുള്ളിക്ക് 5-10 വയസ്സുള്ള, അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ സ്വാതന്ത്ര്യം. ഞാൻ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ കലോടിക്ക് പോയില്ല, അറിയോ? പിന്നെ പോയില്ല.
അപ്പൊ ഇപ്പോഴും കള്ളവടി നിർത്തുന്നില്ല. ഫെയിലറാണ്. അപ്പൊ ഇപ്പൊ പോവാറുണ്ട്. പോകാറുണ്ട്, ഒന്നും എടുക്കാറില്ല. കാരണം എന്നോട് ഒരാൾ പെണ്ണ് പറഞ്ഞാണ് നിങ്ങൾക്ക് നഷ്ടമല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് പൈസ മേടിച്ച് ഊമ്പിച്ച് കഥ പറഞ്ഞ് 2 സെന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റിച്ച് അവിടെ അത്ര പൈസ കൊണ്ട് പോയി. ഒരു പ്രമുഖൻ വേറൊരാൾ ഇതേപോലെ തന്നെ പോയതാ. എന്നിട്ട് അവരെ ഇതുപോലെ തൊട്ടിട്ട് അവനെ പറ്റിച്ചു. അവര് കോർഡിനേഷനാ പോകുന്ന. എനിക്ക് പ്രായമായില്ല, അവിടെ പോയിട്ടില്ല. ശരിക്കും അണ്ണൻ ഓപ്പൺ ആയിട്ട് പറയും, മറ്റേ ഓപ്പൺ ആയിട്ട് പറയത്തില്ല. പേര് പറയാൻ പറ്റില്ല. പേര് പറയണോ? വേണ്ട, അങ്ങനെ പറയല്ലേ കണ്ടുപിടിക്കാൻ പോയപ്പോ കാശ് കൊടുത്ത് ഞാൻ അറിയോ. വേണ്ട, അത് പറയണ്ട, മോശമല്ലേ, പാവല്ലേ. പോട്ടെ, അവൻ ആത്മഹത്യ ചെയ്യും. ഞാൻ തുറന്നോട്ടെ, ആണെന്ന് തുറന്നോടാ. അങ്ങനല്ല, അത് അയാളുടെ കാര്യമാണ്. താൻ കാശ് കൊടുത്ത ആർക്കാതൊന്നും പറയണ്ട. അത് ശരിയല്ലോ, മോശമല്ലേ. എത്ര പേര് കൊടുത്തു മൊത്തം ഇപ്പൊ? അതല്ല, അതല്ല, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടൊരു ചോദ്യാ ഇവരോട് ഇനി പബ്ലിക്കായിട്ട് ചോദിക്കണം, ഇവൻ ഇനി വെർജിനാണോ, അപ്പൊ ഇവൻ എന്ത് പറയുമെന്ന്. ഇയാളെ കാശ് മേടിച്ച് എത്ര പേര് പോയിട്ടുണ്ട്? എണ്ണം മാത്രം പറഞ്ഞാൽ മതി. ഒരാളെ പോയിട്ടുള്ളൂ. ആര് പറഞ്ഞു? ആ കൊച്ചു കള്ളം മാത്രം പോയിട്ടുള്ളൂ. കാശ് കൊടുത്തിട്ടില്ല. ഇല്ല ഇല്ല. ആര് പറഞ്ഞു? നിങ്ങളെ വലിയൊരു എമൗണ്ട് മേടിച്ചോണ്ട് പോയ ആള് അല്ലല്ല, അത് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, വേറെ സംഭവമുണ്ട്. പുള്ളിയുടെ വലിയൊരു എമൗണ്ട് മേടിച്ചോണ്ട് ഒരാള്, എന്നിട്ട് അതിനെ കുറച്ച് ഭാഗം വീട്ടിൽ കൊടുത്തുള്ളൂ, ബാക്കി അത് കൊള്ളാം. പറഞ്ഞു തന്നത് ഈ സംഭവം പെണ്ണുങ്ങളെ കാര്യം. അപ്പൊ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ മാസ്റ്റുബേഷൻ. ഈ മാസ്റ്റുബേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലസ്റ്റാണ് കൂടുതൽ. ഭയങ്കര അണപ്പ. ഇപ്പൊ തന്നെ സംസാരിച്ചപ്പോ അല്ല, ഞാൻ പറഞ്ഞ ഒരു ബക്കറ്റ് വെക്കാൻ വയ്യ പുള്ളിക്ക്, പിന്നെ പെണ്ണ് കെട്ടാൻ പോകുന്നു. ഇതിപ്പോ പണ്ട് ഞാനൊരു ഫോട്ടോ കണ്ടേ, 75 വയസ്സുള്ള ബീരാൻ 18 വയസ്സുള്ള ഫാത്തിമയെ കെട്ടുന്നു. ഫാത്തിമക്കാണ് ഒന്നും അറിയത്തുമില്ല, വീരാനാണ് എല്ലാം മറന്നു പോയി. ഞാൻ ഇങ്ങനത്തെ കാര്യം തുറന്നു പറഞ്ഞോണ്ടല്ലേ ഈ കല്ലുവണ്ടി കാര്യം ആരും തുറന്നു പറയില്ല. ഒരാൾ തുറന്നു പറയില്ല, പക്ഷെ ഞാൻ തുറന്നു പറഞ്ഞു. അവിടെ എനിക്ക് വേണ്ടിട്ടാണ്. ആറാട്ടൻ അപ്പോഴും പറയുന്നുണ്ട് ചെകുത്താൻ ഭയങ്കര മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അണ്ണന് കിട്ടത്തില്ല. അല്ല, ശരിക്കും പറഞ്ഞാലേ അണ്ണന്റെ അയാൾക്ക് മട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളിയെ എനിക്ക് ഈ പുള്ളിയും പെരേരൊക്കെ ഒരു ടൈപ്പാ. ഈടെ പെരേര എന്നെ പറ്റി പെരേര ഈടെ പറ്റി എന്നെ പറ്റി ഇങ്ങനെ നടന്നു. അല്ല, ലാലേട്ടന്റെ പടം, ലാലേട്ടന്റെ മമ്മൂക്കയുടെ മറ്റേ മേഘത്തിന്റെ അകത്ത് പറയുമല്ലോ. അതല്ല രസമല്ല, അത് കണ്ടോ, ആ കളർ മാച്ചിങ് ആട്ടോ. മേഘത്തിന്റെ ക്ലൈമാക്സിനകത്ത് പറയത്തില്ലേ, അവസാനം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല, അപ്പൊ മമ്മൂക്ക പറയുമല്ലോ, ഒരു ഡയലോഗ് പറയല്ലോ, ലാലേട്ടന് സുചിത്ര കല്യാണം കാത്തിരുന്നു, അതേപോലെ ആറാട്ടണ്ണൻ എവിടോ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട് അല്ലേ. ഞാൻ സ്റ്റോക്ക് ചെയ്യും, സുചിത്ര മോഹൻലാൽ സ്റ്റോക്ക് ചെയ്യും, അത് കുഴപ്പമില്ല. ഞാൻ നിത്യമേനെ സ്റ്റോക്ക് ചെയ്താണ് പ്രശ്നം. നിത്യമേനെ സ്റ്റോക്ക് ചെയ്തതാണ്. സ്റ്റോക്കല്ല, പോസിറ്റീവ് സ്റ്റോക്കിങ്. ഞാൻ നെഗറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. അത് സ്റ്റോക്കിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ കാണിച്ചോട്ടെ, മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ കണ്ടേക്കുന്നത് എങ്ങനെയാ, മറ്റേ കവിളിനയിൽ കുങ്കുമമോ ആ പാട്ടിനകത്ത് ആ പെണ്ണിന്റെ പുറകെ നടന്ന് അവസാനം അതിന്റെ ബെഡ്റൂം വരെ ഇടിച്ച് കയറി ഈ അനാവശ്യം മൊത്തം കാണിച്ച് വേണ്ട വേണ്ടെന്ന് പറയുന്ന റിജക്ഷൻ കഴിഞ്ഞ് പിന്നെ അയാൾക്ക് കിട്ടുന്ന സിനിമകളാണ് ഇവിടെ ആറാട്ടനെ കണ്ടേക്കുന്നത്. ആ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാ ഓർമ്മ കാലഘട്ടോ. മോഹൻലാലിന്റെ സിനിമയ്ക്കകത്തെല്ലാം കൂടുതൽ ഇതാ എന്താ പറയാ, അങ്ങനൊന്നും അല്ല. പോസിറ്റീവ് റേപ്പും നെഗറ്റീവ് റേപ്പും അങ്ങനല്ല. സ്റ്റോക്കിങ്ങിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടാവും. എടോ, ഇയാൾ ഈ കാണിച്ച തന്നെ ഈ മോഹൻലാൽ നടന്നപോലെ നടക്കുക. മോഹൻലാലിന് മിക്ക പടത്തിനകത്തും ഉണ്ട് ഇത്. ഇയാളെ വഴി തെറ്റിച്ച്, കാരണം മോഹൻലാലിന്റെ ഫാനാണ്. എനിക്ക് ലവ് ആണ്. ഇയാൾ അയാളുടെ സിനിമ കണ്ടല്ലേ അയാളെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആറാട്ടണ്ണൻ അങ്ങനെ ബിഹേവ് ചെയ്യും. കാരണം കവിളിനയിൽ കുങ്കുമമോ, അതും ബാംഗ്ലൂരാ പോയത്. അവസാനം നിത്യമേനോനെ നോക്കി സിനിമയിൽ വെള്ളമടിക്കും. ഞാൻ ഇത് വെള്ളമടിച്ചിട്ടില്ല. അടിക്കും, നാളെ 2 പേർക്ക് ഞാൻ മേടിച്ചു അടിക്കണം. ഞാൻ അമലിനോട് പറഞ്ഞതറിയോ, അമലിനോട് പറഞ്ഞ നിങ്ങളുടെ സിനിമ നോക്കെ, ഞാൻ അമലിനോട് പറഞ്ഞതറിയോ,
നിങ്ങളുടെ സിനിമയിൽ കോമഡിന്റെ അമേരിക്കയിൽ നിങ്ങളുടെ കഥാപാത്രം ദുൽഖർ സൽമാൻ ചെയ്ത കഥാപാത്രം അമേരിക്ക വരെ പോയി. ഞാൻ ബാംഗ്ലൂർ വാരണായിരം സിനിമയ്ക്കകത്തുണ്ട് നേരത്തെ ഉണ്ട്. അമലിതാണ്. അല്ല അത് അതിന് മുമ്പ് സിനിമയിലുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ കഥ അടിച്ചു മാറ്റിയെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അടിച്ചു പറ്റി പറഞ്ഞില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ ചിലപ്പോൾ അമലിനെ വിളിച്ചു, നിത്യം വേണ്ടി വീട് പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പൊ അയാൾ പറഞ്ഞു, നിന്നെ ബെഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാൽ ആരും ഇല്ലെങ്കിൽ സ്വന്തം പോയി അഡ്മിറ്റ് ആവാം. കറക്റ്റ് കാര്യം പറഞ്ഞു. അല്ല അവന്റെ നമ്പർ എങ്ങനെയാണ് അത് ഞാൻ അമലിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ കോമഡിന്റെ അമേരിക്ക കണ്ടു, അതിൽ ദുൽഖർ സൽമാന്റെ കഥാപാത്രം നായികയെ തേടി അമേരിക്ക വരെ പോയി. ഞാൻ ബാംഗ്ലൂർ വരെ പോയുള്ളൂ. നീ ഈ ഇംഗ്ലീഷ് സിനിമയിൽ കോപ്പടിക്കുമ്പോൾ കുറച്ച് വെളിവോടെ കോപ്പടിക്കാൻ പോകും. എന്നിട്ടും ഞാൻ ഭീഷ്മിക്ക് ബൊഗൈൻ വിളിക്ക് പോസിറ്റീവ് കൊടുത്തു. അതാണ് എന്റെ നിഷ്പക്ഷമായ റിവ്യൂ. ഒരു വൈരാഗ്യം കാണിച്ചില്ല. അതാണ് എന്നാ ഞാൻ പറയാം, എന്നോട് എനിക്ക് ഒരു സ്റ്റേജിൽ മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത്രയ്ക്ക് ആത്മാർത്ഥമായ സ്നേഹമായി. ഇപ്പൊ മറന്നോ വന്ന് ആ പ്രസ് കോൺഫറൻസ് നടത്തിയോടെ എന്നോട് പറഞ്ഞപ്പോൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായി അവരാകാം. അതോടെ എന്റെ മനസ്സിൽ പോയി. ഇനി അവരുടെ പുറകെ വന്നോ അതൊക്കെ ഓക്കെ. ഇപ്പം താക്കോലോടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്, എന്റെ പേര് പറയില്ല. എനിക്കറിയാം. കേസ് കൊടുക്കുന്ന ആളാണോ? കേസ് കൊടുക്കട്ടെ. അങ്ങനെ ആയിട്ടുണ്ട്, കേസ് ആയിട്ടുണ്ട്. ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതൊന്നും അറിയാം. ഇനി നാളെ ആറാട്ടണ്ണന്റെ ഫോട്ടോ വരും വീണ്ടും. ഇഷ്ടമാണെന്ന് പറഞ്ഞ എനിക്കെന്ത് കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടമെന്ന് പറയുന്നതിനോട് കുഴപ്പമില്ല. എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. കൊടുക്കാൻ പോയിണ്ടോ? കൊടുക്കട്ടെ. ഒരാൾ ഓർഡർ കൊടുക്കാൻ പോയിണ്ടോ? ആര് കൊടുക്കട്ടെ പറയാം. അവര് കൊടുക്കട്ടെ. ആരാട്ടണം പറ പുതിയ ആളാ. സ്ത്രീകൾക്ക് നിയമം അനുകൂലമാണ്. സ്ത്രീകൾക്കും പല നിയമം അനുകൂലമാണ്. എനിക്കിപ്പോ തന്നെ 2 കേസായി. ഇനി കേസ് ഇനി എന്റെ കാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഏതേലും മറ്റയാളെ പോലെ ഇറങ്ങണം. ഏത് മറ്റേ 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 കപ്പലണ്ടിട്ട് മസിൽ പിടിക്കണവൻ പേര് പൃഥ്വിരാജ്. പൃഥ്വിരാജെ പോലെ ഇറങ്ങണം. എറണാകുളം ഭരിക്കും നമ്മള്. പിന്നെ കാപ്പയൊക്കെ തന്നെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് എറണാകുളം എടുക്കണം. പിന്നെ എനിക്ക് ഗുണ്ടകളോട് വളരെ താല്പര്യമില്ല. കാരണം ചേട്ടൻ കെട്ടുവാണെങ്കിൽ ഇങ്ങനെ പെരേരയുടെ കൂടെ പോയി കൂടിയിട്ട് നമ്മളെ കൊണ്ട് സംസാരിക്കത്തില്ലോട്ടെ. പുള്ളി സംസാരിക്കുക. ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് അല്ല നമുക്ക് മലയാളി പെൺപിള്ളേര് വേണ്ട. പണ്ട് നോർത്ത് ഇന്ത്യൻ മലയാളം പഠിപ്പിച്ചാൽ മതി എന്നല്ലേ? എവിടുന്നേലും കൊണ്ടുവന്ന് മലയാളം പഠിപ്പിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അല്ലേ? നേപ്പാളിൽ നിന്ന് നമുക്ക് ഇറക്കാം. അല്ല തായ്ലാൻഡിൽ നിന്ന് എടുക്കാം. ആര് പറഞ്ഞു? വൃത്തിയല്ല, ലുക്കില്ല. നേപ്പാളി പെണ്ണുകൾ എന്തോ സുന്ദരി പെണ്ണുങ്ങളാണെന്നറിയോ? വേണ്ട, മംഗോളിയൻസ് വേണ്ട. ആ സൈസ് എടുക്കത്തില്ല. എന്നാ കാശ്മീരിൽ നിന്ന് ഇറക്കിയാലോ? അത്ര സുന്ദരികളായ പെണ്ണുങ്ങൾ ഇന്ത്യയിൽ. അല്ല ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, കേരളം മൊത്തം കാത്തിരിക്കുന്ന കല്യാണമാണ് ആറാട്ടണ്ണന്റെ പെരേരയ്ക്ക് ഒരു കുഞ്ഞൊക്കെ ആ ചെറുക്കനെ കൊണ്ട് വനിത വരുന്ന ഒരു അവസ്ഥ വെക്കുന്നത്. കൊച്ചെറുക്കൻ 5 വയസ്സാകുമ്പോ അവൻ നിന്നിട്ട് റിവ്യൂ പറയത്തേ ഉള്ളൂ. അല്ലേ? ശരിയല്ലേ? അവന്റെ അപ്പുറമായിരിക്കും ചെറുക്കൻ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിള്ളേരുണ്ടാകത്തില്ല. ആറാട്ടണ്ണി പിള്ളേരൊന്നും ഉണ്ടാകത്തില്ല. ആണോ? അങ്ങനെയാണോ? പോയി, അതെല്ലാം പോയി. തലമുറ നിന്നോ? ആറാട്ടണ്ണനിലൂടെ തലമുറ നിന്നോ? അത് കഴിഞ്ഞെന്ന് ഇയാള് തന്നെ. എനിക്ക് ലവ് ബോഡി ഒരാൾ ഉണ്ടാക്കാൻ പറ്റും. ലവ് കൂടി അതെങ്ങനെ? നല്ല പ്രായത്തിലുള്ള ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ പോയി ഇപ്പം കൂലിപ്പണിക്കാരെ ഉള്ളെന്ന്. എനിക്കിപ്പോ ഇതൊരു ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല, ഒരു ലവർ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഗ്ലാമറില്ലാത്തോണ്ടോ? ശരിയല്ല ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അല്ലല്ല ഞാൻ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് വന്നെല്ലാം പറയുന്നത് അതാണ് പ്രശ്നം. നിങ്ങൾ നല്ല മനസ്സിലാവണം. എനിക്ക് തന്നെ പല്ലിന് എന്തോ പ്രശ്നമാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നാലെ ഞാൻ കമന്റ് ഇട്ടു പല്ലു പോകില്ല, പല്ലു പോകില്ല. ഇത് സംഭവം എന്താണെന്നറിയാം, എല്ലാം പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. മനസ്സിലായോ? ഈ എന്താ എന്നല്ലേ? അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡായിപ്പ് കളിച്ച് നടക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ അല്ല ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തോ നമ്മൾ ദുഃഖിച്ചിരിക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ ഊമ്പിക്കാനായിട്ട് ആരെങ്കിലും നോക്കിക്കേ. എനിക്ക് കിട്ടാൻ ഊമ്പിച്ചിട്ടേ ഉള്ളു ഇതുവരെ. അല്ലടാ എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്.
എന്തുവാ ഞാൻ ആരും ഓമ്പിച്ചിട്ടില്ല. ഞാൻ ഒരു പെണ്ണിനോട് പുറകെ നടക്കാറില്ല. പറയുന്നില്ല അല്ല എന്റെ പ്രായത്തിലുള്ള പിള്ളേര് പെൺപിള്ളേരെ കൊണ്ട് വണ്ടി നടക്കുക എന്റെ ലക്ഷ്യം സിനിമയാണ്. മനസ്സിലായോ? അല്ല അല്ല അതിന്റെ ഇടയിൽ കൂടെ ഒരു 50 പ്രപ്പോസൽ എന്താ കാണണത്? അല്ലെങ്കിൽ ഡൽഹിയിൽ പോകണം. ഡൽഹിയിലോട്ട് ഹിന്ദിക്കാരെ പിന്നെ ജയിലിൽ ചേർന്ന് നല്ലൊരു ഇന്റലക്ച്വൽ പെടുന്നത് കിട്ടും. ഇന്റലക്ച്വൽ മാസ്റ്റിബേഷൻ ഇന്റലക്ച്വൽ മാസ്റ്റിബേഷൻ ആണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഇന്റലക്ച്വൽ സെക്സ് ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ എന്നൊരു PhD കിട്ടും. ഇന്റലക്ച്വൽ ഡയറക്ടർ അല്ല, അപ്പൊ ഇന്റലക്ച്വൽ സെക്സ് ആയിരിക്കും. എനിക്ക് മാസ്റ്റിബേഷന് താല്പര്യമില്ല, കാരണം അത് മെയിൻലി ലസ്റ്റാണ്. ആരോട് സെക്സ് ചെയ്യുമ്പോ പിന്നെ ലവ് കൊണ്ട് ചെയ്യണം. അല്ല ഒരിടക്കിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകുമ്പോഴത്തേക്കും സ്വത്ത് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവിങ് ടുഗദർ പറ്റത്തില്ല, പീഡനം വരും. നമുക്ക് കൈ തന്നെ ശരണം എന്ന് പറഞ്ഞ ആളാ ഇപ്പൊ പറയുന്നത്. ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി സ്വത്ത് പോകും. ഗേൾ ഫ്രണ്ടോ ലിവിങ് ടുഗദർ വെച്ചാൽ പീഡനം. പിന്നെ കലോടിക്ക് പോയി കഴിഞ്ഞാൽ ചില സ്കിൻ ഡിസീസ് വരും, അല്ലെങ്കിൽ കാശ് വരെ പോകും. വട്ടച്ചൊറി അങ്ങനെ അതൊന്നും അങ്ങനെ വന്നൊന്നും പിന്നെ ആകെ പറ്റാണ് മാസ്റ്റിബേഷൻ ആണുങ്ങൾക്ക്, കേരളത്തിലെ ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് എന്തോ എന്തിനാ ഇപ്പൊ മറ്റേ ടോയ് ഒക്കെ കിട്ടൂല, അത് 5 എണ്ണം മേടിക്കാൻ അങ്ങോട്ട് 1500 രൂപയുള്ളു ടോയ് കിട്ടും. മറ്റേ പാവയൊക്കെ കിട്ടും. എത്ര രൂപ ഇത് അതല്ല, നേരിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വീട്ടുകാരെ കാണുമെന്ന് ബെഡ്റൂമിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത്. അനസ് രാത്രി ഉണരുമ്പോ അണ്ണ സ്റ്റെപ്പ് കയറി മറ്റേ വാഴപ്പിണ്ടിയൊക്കെ കൊണ്ടുവന്ന പോലെ ഇങ്ങനെ മറ്റേ പാവ എടുത്തോണ്ട് വരുന്ന അവസ്ഥ നോർത്തെ. അയ്യോ, അതേ രക്ഷയുള്ളൂ. അതിനെ ചിന്തിച്ചില്ല, നല്ല ഓപ്ഷനാണ്. പക്ഷെ അത് വീട്ടിലെ ആൾക്കാരെ മനസ്സിലാക്കും. അണ്ണന് റൂമില്ലേ? പോലും അതാകുമ്പോ നിങ്ങൾ പറഞ്ഞ പോലെ കേസ് കൊടുക്കത്തില്ല, പീഡന കേസ് കൊടുക്കത്തില്ല. എന്റെ മീഡിയക്കാർ വന്നിട്ടാ എന്റെ മുറിയെ ചെക്ക് ചെയ്തിട്ട് പോയി. അപ്പൊ അവർ ഈ ടോയ്സ് ആയിട്ട് പണിയാവില്ലേ, അടയ്ക്കണം. അത് അടച്ചിട്ടിട്ട് വന്നാലും തന്റെ ഭാര്യയെ കാണത്തില്ല, താൻ ഭാര്യയെ കൊണ്ട് പുറത്തിറക്കുന്നില്ല. ഇതിനെയാകുമ്പോ പുറത്തിറക്കണ്ട. അതെ, അല്ല കേസും കൊടുക്കത്തില്ല. മീഡിയ എന്നാ പിന്നെ ആ ഡമ്മി അങ്ങ് ലവ് ചെയ്യും. ഡമ്മി ലവ് ചെയ്യാൻ പറ്റില്ല. ഡമ്മി സോണിപ്പോ ലസ്റ്റ്, ഡമ്മി ലസ്റ്റാണ്. അണ്ണ ലാസ്റ്റ് വല്ല ചന്ദ്രന് വല്ലതും പോണ്ട വരും. എനിക്ക് തോന്നുന്നില്ല ഈ ഭൂമിയിൽ നിന്ന് വേണ്ടി കിട്ടുമെന്ന്. ചന്ദ്രനിൽ ഗ്രാവിറ്റി പ്രോബ്ലം വരും. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഏലിയനെ കല്യാണം കഴിക്കണം, അവിടെ കഥ തീരുക. അല്ല അണ്ണനൊരു ശാസ്ത്രജ്ഞനാണെന്ന് ഓർത്തെ. മറ്റേ കോട്ടും കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുക. എന്തോ രസമായിരിക്കും, ഇത്രയും വലിയ താടിയൊക്കെ നീട്ടിയിട്ട്. താടി നീളത്തില്ല പുള്ളിയുടെ, വെപ്പ് താടിയോ ഒന്ന് വളർത്തണേ. അടിപൊളിയായിരിക്കും. വീഴും, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചില പെണ്ണുങ്ങൾ പറഞ്ഞു, പക്ഷെ എന്താ എന്റെ വെളുത്തിരിക്കും. പെയിന്റ് ചെയ്യാം, പെയിന്റ് ചെയ്യാൻ മുട്ടി അടിക്കാം. താടി വെക്ക്. അപ്പൊ പെണ്ണിന് ശരിക്കും എന്തായിരിക്കും, ലസ്റ്റ് ആയിരിക്കും, ലവ് അല്ല. അല്ലല്ല, എനിക്ക് താടി വെച്ച അവളുടെ ലവ് ആ കൂടുതൽ. എനിക്ക് ചിലപ്പോ താടി വരുമ്പോ ലവുകാർ വരും, താടി പഠിക്കുമ്പോ ലസ്റ്റുകാർ അല്ലല്ലേ ലവ് വരും അല്ലേ. എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 45-46 വയസ്സുള്ള പെണ്ണിനെ അല്ലേ ഒരു 45-46 വയസ്സുള്ള പെണ്ണിനെ കെട്ടുന്നതായിരിക്കും ഏറ്റവും അല്ല 45-46 അവരെ ചതിക്കത്തില്ല. ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാകുമ്പോ നല്ല മെച്യൂരിറ്റി ആണ്. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കും. അത് ഞാൻ തെറ്റി പറയത്തില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യും. നമുക്ക് മലയാളിയോ തമിഴ്നാട്ടിൽ നിന്നോ എവിടെന്നാന്ന് വെച്ചാ അല്ലേ. ആൾക്കാർ പറയുന്നത് ഞാനിനി ആന്റി ലവർ ആയിരിക്കും എന്ന് പറയും. ആന്റി ലവറാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ആന്റിമാർ ഇട്ടിട്ട് പോകും.
ആരും ഇട്ടിട്ട് പോകുന്നില്ല. മോശമായിട്ട് ഇടപെടുന്നില്ലല്ലോ. മോശമായിട്ട് ഇടപെട്ടാലല്ലേ ചിലരൊക്കെ ആഗ്രഹമുണ്ട്. ചിലരൊക്കെ അല്ല, ചില മാന്യന്മാരുണ്ട്. ചില മാന്യന്മാർ അങ്ങോട്ട് വിളിക്കുവോ, വലിയ പ്രമുഖരായി നിൽക്കുന്ന 2 വ്യക്തികളുണ്ട്. അതിലൊരു വ്യക്തി അങ്ങോട്ട് വരൂ, ചാൻസ് തരാം, ഇന്റർവ്യൂ തരാം, ഒന്ന് റൂമിൽ വരണേ, ഒന്ന് വരണേ. അതൊരു പണിയാവും അടുത്ത്. 5 പെമ്പിള്ളാരോ ഇപ്പം എന്നെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നമ്മളോട് 2 റീല് ചെയ്യൂ, റിഹേഴ്സൽ എടുക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാ പരിപാടി. ഞാൻ വിളിച്ചു ചോദിച്ചു, ഞാൻ അറിയാതെ എവിടെ സ്പാ ഇട്ടെന്ന് ചോദിച്ചു. അതെന്നെ പറ്റി? അല്ല, നിങ്ങൾ മസാജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഊടുപാടം തെറി തന്നെ. പക്ഷെ ഒരു 5-6 പെമ്പിള്ളാർ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കൂടെ നടക്കുന്ന ആള് വരും. ആ കൂടെ നടക്കുന്ന നീ നിന്റെ ഫോണിൽ നിന്ന് ആരെയും വിളിക്കുകയോ ചെയ്യരുത്. എന്റെ ഫോണിൽ നിന്ന് ആകെ എന്റെ ഫോണിൽ അങ്ങനെ പെമ്പിള്ളാർ നമ്പരൊന്നും ഇല്ല. നീ വിളിച്ചല്ല, മാറ്റി വെച്ചാൽ പോലും സൂക്ഷിച്ചോണം. ഇല്ല, എന്റെ ലോക്കൊന്നും അമ്മമാർക്ക് അറിയത്തില്ല. പിന്നെ അമ്മമാരോട് നമ്മൾ നടക്കുന്നില്ലല്ലോ. ചേട്ടാ, അവന്മാര് ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് അല്ലേ, സൂപ്പർ സ്റ്റാറുകളല്ലേ. നമുക്ക് അവർ 7 അയലത്ത് എല്ലാം പറ്റും. എന്ത് സൂപ്പർ സ്റ്റാറുകളാ. മറ്റേ പുഷ്പക്കകത്തെ മറ്റേ ഒരാളെ വിളിച്ചു 5 കോടി രൂപ കൊടുക്കുക. എന്തോ ചേട്ടാ പറ. കേസാവുക വേണ്ട, കേസാവുക വേണ്ട. ചേട്ടൻ കേസല്ല, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, നമുക്ക് മാട്രിമോണി ഫോട്ടോ ഇടാം, എല്ലാം ഇടാം. ഒരു ഗുണമൊന്നുമല്ല, അന്വേഷിക്കണം, തെണ്ടണം, ഇറങ്ങി തെണ്ടി പെണ്ണ് കിട്ടണം. മുട്ടയും തുറക്കപ്പെടും. മനസ്സിലായോ? ഞാൻ എത്ര മാട്രിമോണി സൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? ബ്രോക്കറിന്റെ അടുത്ത് പോകണം, എന്റെ ജീവിതത്തിൽ പെണ്ണ് വേണ്ട. ഇനി മേല ലവ് വേണോ ഇവിടെ പറഞ്ഞ പെണ്ണില്ലാതെ ജീവിക്കലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആറാട്ടന്റെ മാട്രിമോണി പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ ആഡിലുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലല്ല, അണ്ണൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അണ്ണന്റെ വീട്ടിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അണ്ണനെ വനിതയെ കാണത്തില്ല. ഓജസ്സും തേജസ്സും ഉള്ള ആറാട്ടനെ നമുക്ക് നഷ്ടപ്പെടും. അല്ല, അറിയാം എന്താ മറന്നുപോയി. അല്ല, വഴക്കിടുമ്പോഴേ അവള് വക്രയാണ്, അവള് ശരിയല്ല, അവളെനിക്ക് ലൈവ് വരും. അങ്ങനെ വരുമോ? ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെണ്ണ് കിട്ടില്ല. ഇനി മലയാളി ഇല്ല, സത്ത് പോണം. അത് തന്നെ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ, തമിഴോ തെലുങ്കോ ഹിന്ദിയോ കന്നഡയോ. അതല്ല, വേറെ ആൾക്കാര്. ചേട്ടൻ ഒരു മദാമയം കേട്ടോ, എല്ലാരും അസൂയ. താല്പര്യമില്ല, മദാമ താല്പര്യമില്ല. എനിക്ക് വെള്ളപ്പറ്റയിലെ താല്പര്യമില്ല. അധികം കളർ ഇല്ലാത്തൊരു മദാമ കെട്ട്. അതിവിടെ കൊണ്ടുവന്നിട്ട് ഈ വെയിലത്തായ വെള്ള നടത്തിച്ചാൽ ടാനടിച്ചു ഇതായിക്കോളും. എനിക്ക് ലസ്റ്റ് താല്പര്യമുള്ളൂ, ലവ് താല്പര്യമില്ല. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്? പരസ്പരം ബന്ധമില്ല സംസാരിക്കും. ചേട്ടൻ അരണമല്ല വേണം, അത് ഓന്തോ ഇരിക്കുന്ന ഇടയിലാ, ഇരിക്കുന്ന അരണ ഓന്തും കൂടി കൂടിയ സാധനം. അരണയ്ക്ക് ഓന്തിലുണ്ടായത് ലാസ്റ്റ് ആറാട്ടെണ്ണ ചൈനക്കാരിയെ കെട്ടും. ഇല്ല, അത് ഇഷ്ടമല്ല. ചൈനക്കാരിയെ കെട്ടും, എന്നിട്ട് പെണ്ണുമ്പിള്ളെ തന്നെ നടക്കും. എല്ലാവർക്കും ഒരു ഷേപ്പ് ആണല്ലോ. അതല്ല, അണ്ണൻ ആ സൈസ് എടുക്കത്തില്ല. അണ്ണൻ ഇന്ത്യൻ. പണ്ട് നോർത്ത് ഇന്ത്യ വേണമെന്ന് നടന്നുകൊണ്ടിരുന്ന അങ്ങനെ കൈ നോക്കി ആര് പറഞ്ഞു. ഇപ്പൊ നോർത്ത് ഇന്ത്യ ഇപ്പൊ മലയാളിയെ ചേട്ടനെ കൈ കാണിച്ചു, കൈ ഒന്ന് കാണിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടി അല്ലെങ്കിൽ താല്പര്യം. ഹിന്ദു ഹിന്ദുവിന് എന്താ പ്രത്യേകത? നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഹിന്ദുവിന് ഭംഗി കൂടുതലാണ്. നായ പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു നായ പെൺകുട്ടി, നായർ പ്രത്യേകത അവർ കാണുന്നത് നായ കാണാൻ കൊള്ളാന്ന് ആര് പറഞ്ഞു? കാണുന്നത് ഭംഗിയാണ്. സിനിമയിലായിരിക്കും. അയ്യേ, മോഹൻലാൽ എങ്ങനെയുള്ള നായ പെൺകുട്ടി. 10 മിനിറ്റ് കഴി അടുത്ത വേറെ പറയാൻ പുള്ളി. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇങ്ങനെ മാറി മാറി. അതെ, അതാണ്. അരണയ്ക്ക് ഓന്തിലുണ്ടായെന്ന്.
ഡെയിലി മാറിക്കൊണ്ടിരിക്കും മനസ്സ്. എന്നെ എന്ത് പറഞ്ഞു 10 തലയാ പുള്ളിക്ക്. അതാ പിന്നെ 10 ചില ആൾക്കാരെ നമ്മൾ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ വുമണൈസർ ഇല്ലെങ്കിൽ കഴപ്പ് കൂടുതല് ഇല്ലെങ്കിൽ കാമക്കരടി എന്നൊക്കെ വിളിച്ചാല് അങ്ങനെ പറയുന്നത് അവർ കുറ്റം പറയരുതാ അവരുടെ വീക്ക്നെസ് ആണ്. അവർ ഹോർമോണിന്റെ പ്രശ്നമാണ്. നമ്മൾ ഹോമോസെക്ഷൽ ആൾക്കാർക്ക് ഹോർമോണിന്റെ പ്രോബ്ലം കഴപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല. അത് ഹോർമോൺ പ്രോബ്ലമാണ്. അപ്പൊ അത് അവരുടെ വീക്ക്നെസ് ആണ്. അവർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിയമം ഉണ്ടാക്കണം, ശിക്ഷ കൊടുക്കണം. നമ്മൾ വേറെ ഇങ്ങനെ ശിക്ഷ കൊടുക്കണം. ഒരാൾ കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗം അല്ലെങ്കിൽ പെൺകുട്ടി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവരുടെ വീക്ക്നെസ് ആണത്. അത് മനസ്സിലാക്കണം. ഹോമോസെക്ഷാലിറ്റി പോലെയാണ്. ചേട്ടൻ ഇതിലേത്? കാരണം എന്നെ ഒരുപാട് പേര് കഴപ്പ് അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അനുഭവിച്ചാണ്. ശരിക്കും അത് ഹോർമോണൽ പ്രോബ്ലം ആണ്. ചേട്ടന് ഹോർമോൺ പ്രോബ്ലം ആണ്. എനിക്ക് എന്റെ ലൈംഗിക പറഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടന്റും അല്ല പ്ലേ ബോയും അല്ല. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അല്ല, നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് സ്നേഹമാ വേണ്ട. അത് സത്യം. എന്നോട് ഒരു കല്ലോടി പോയി പെണ്ണ് പറഞ്ഞാണ്. ഇത് 100 ആട്ട് ഇപ്പം പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച്. ആ പെണ്ണിപ്പൊ തുമ്മി ചത്ത് കാണും. ഉറങ്ങട്ടെ അത് കിടന്നു. എനിക്ക് ഇത് പെണ്ണിട്ടില്ല. കല്ലോടി പറഞ്ഞോണ്ട് എനിക്ക് പെണ്ണിട്ടില്ല. കല്ലോടിക്ക് പോയിട്ട് പറഞ്ഞോണ്ട് പെണ്ണിട്ടില്ല. ഒരു കാര്യം അല്ല, കല്ലോടി പറഞ്ഞോണ്ട് എനിക്ക് പെണ്ണിട്ടില്ല. ഒരു കാര്യം എന്നോട് കല്ലോടിക്ക് പോയ ഒരാൾ പറഞ്ഞതറിയാം, നീ എന്തും മണ്ടത്തറ പറഞ്ഞു. ഞങ്ങൾ കല്ലോടിക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇതൊന്നും പറയാറില്ല. പറയരുത്. അതാ നിങ്ങളെ മണ്ടൻ എല്ലാരും വിളിക്കുന്നത്. പക്ഷേ അണ്ണൻ പൊട്ടനാന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെ ബുദ്ധി ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ കൂടെ ബുദ്ധിമാനായ കുറുക്കനാ ആണാണ്. എല്ലാരും വിചാരിക്കും ഇയാളെ പറ്റിച്ചോണ്ടിരിക്കുന്നു. അല്ല, എന്ത് ബുദ്ധിയാന്നറിയോ നിങ്ങൾക്ക്? അത് ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പേജ് പറഞ്ഞു കൊടുത്താൽ അതിന്റെ അകത്ത് എന്താ എഴുതിയേക്കെന്ന് നിങ്ങൾ പറയും. മറ്റേ ചിറ്റി റോബോട്ട് തോറ്റു ഈ പുള്ളിയുടെ മുന്നേ. അമ്മാതിരി തലയാ, 10 തലയാ. അണ്ണൻ ഈ പ്രാവശ്യം അല്ല, അണ്ണൻ ഈ 2025 പകുതി വരെ അണ്ണന് സമയദോഷം എന്താണെന്നറിയോ? കണി കണ്ട ആരെയാന്നറിയോ? ശ്രീകൃഷ്ണനായിട്ട് ആ പെരേരേനെ. നാം നിനക്കൊരു വരം തരുന്നു ആണ് പെരേര പറഞ്ഞ. കഴിഞ്ഞ വർഷം ഡിസംബർ 31 എനിക്ക് അടി കൊണ്ടത് ഒരു പ്രമുഖ തമിഴ് നടൻ. അതോടെ എന്റെ ഇയർ പോയി 2024. അപ്പൊ ഇനി പെണ്ണിന് ഇവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലേ ജീവിച്ചു പോട്ടെ. പറഞ്ഞു വന്ന പെണ്ണിന്റെ കാര്യം. അപ്പൊ നമുക്ക് ചൈനയിൽ ഒരു പെണ്ണിനെ കണ്ടു. ഫിലോസഫി സെക്സ് അത് പറഞ്ഞോണ്ടായിരുന്നു. അതിനെ കുറിച്ച് ശരിയല്ല, ശരി ബാഡ്. അല്ല, ഇതിലൊക്കെ ഈ ഫിലോസഫിയിലൊക്കെ ഇതിനെ കുറിച്ചുണ്ട്. എനിക്ക് അറിയാത്തോണ്ട് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇത് എവിടെയും പഠിക്കണോ? ഇതൊക്കെ പഠിച്ചിട്ടാണോ? ഇതാണ് സയന്റിഫിക്കായിട്ട് പഠിക്കണം. അല്ല, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞു തന്നത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത്ര പ്രായം കഴിഞ്ഞ് ചെയ്യുള്ളന്ന്. ഈ മറ്റുള്ളവരുടെ വാക്ക് കേട്ടോ. പണ്ട് ആൾക്കാർ ഇതെല്ലാം ചെയ്ത് സുഖിച്ചാ, നമ്മളത് സുഖിക്കല്. അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേൾക്കാതിരിക്കുക. മനസ്സിലായോ? അത് എനിക്ക് പറയാനോ. ബുക്കിൽ ഫുൾ സെക്സ് ആണ്. ഓഷോ കളറാണ്. കാരണം വെസ്റ്റേൺ ആൾക്കാർക്ക് സെക്സ് വീക്ക്നെസ് ആണ്. അത് വീക്ക്നെസ് മുതൽ അല്ല, സെക്സ് വീക്ക്നെസ്സിലെ കാര്യമുണ്ട്. അല്ല ഞാൻ ചോദിച്ചത് എല്ലാരും മനുഷ്യന്മാര് എല്ലാരും ചോറ് തന്നെ. പിന്നെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ആര് പറഞ്ഞു മാസത്തിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിലുണ്ടോ? ആര് ഒന്ന് കാണിച്ചു? ഒരാളെ കാണിച്ച എല്ലാ മനുഷ്യർക്കും വികാരമുണ്ട്. എല്ലാവർക്കും ഓരോരുത്തർക്കും വികാരം ഓരോ പെർസെന്റേജ് ആണ്. എല്ലാവർക്കും അങ്ങനൊന്നുമില്ല. ചിലർ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ആവശ്യമായിരിക്കും. അല്ലെങ്കിൽ കല്ലോ മരോ ഒക്കെ ആയിരിക്കണം. വികാരം വേരിയേഷൻ ഉണ്ടോ? എന്തോ ഹോർമോണൽ വേരിയേഷൻ ഉണ്ടോ? ചിലർക്ക് ഇത് കൂടുതലാണ്, ചിലർക്ക് ആവശ്യത്തിനുണ്ടാവും, ചിലത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അങ്ങനെ പല വേരിയേഷൻ. അങ്ങനല്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. പിന്നെ മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിന് ആവശ്യത്തിനേ ഉള്ളൂ. വേറെ സൂപ്പർ സ്റ്റാർ വളരെ കൂടുതലാണ്. മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിന് ആവശ്യത്തിനേ ഉള്ളൂ. അയാൾ പക്ക ഫാമിലി ലൈഫാണ്. മറ്റേ ആൾക്ക് ഇത് കുറച്ച് കൂടുതലാണ്. ഞാൻ പറയാൻ പാടില്ല, കാരണം അതായത് വീക്ക്നെസ് ആണ്. അല്ല, അത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമൊന്നല്ല, സ്വാതന്ത്ര്യം അവനവന് ഇഷ്ടമാണ്. നിങ്ങൾ കള്ളവടി വെക്കാൻ പോലെ നിങ്ങൾ വെക്കാതിരിക്കോ? ഞാൻ കല്യാണം പോയില്ല. അല്ല, ഒരു പെണ്ണിന്റെ അല്ല, ഒരു ഫ്രണ്ട് പറഞ്ഞ പോയിരിക്കും. മറന്നുപോയി. പറഞ്ഞു വരുമ്പോ ഇടയ്ക്ക് പറഞ്ഞ അണ്ണൻ മറന്നു. അതുകൊണ്ട് ഞാൻ പറയണ്ട.
സംസാരിക്കട്ടെ, അണ്ണൻ പറയട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? നിങ്ങൾ ഒരു പ്ലേ ബോയോ വുമനൈസർ ആണെങ്കിൽ കല്യാണം കഴിക്കരുത്. അല്ല, കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല, പിള്ളേരുണ്ടാക്കരുത്. അതെന്താ? പിള്ളേരെ ബാധിക്കും. കാരണം അതാണ് ഈ അമേരിക്കയിൽ ഈ അമേരിക്കൻ ഫാമിലീസ് ബ്രോക്കൺ ഫാമിലീസ് ആകാൻ കാരണം അതാണ്. നിങ്ങൾ ഓപ്പൺ മാരേജ് ഉണ്ട്. ഒരു ഫിലോസഫർ തന്നെ ഹേഡഗർ പറഞ്ഞു, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ കല്യാണം കയറുന്നു, കല്യാണം കഴിച്ചു, പക്ഷെ പിള്ളേരുണ്ടാക്കിയാൽ പിള്ളേരെ ബാധിക്കും. ഇത്രയേ ഉള്ളൂ. ഞാൻ പകുതിയായിട്ടില്ല, ഇനി എത്ര പറയണ്ടേ? പറഞ്ഞു ഓക്കെ. പിന്നെ അടുത്തെന്താണ്? എന്തുവാ അടുത്ത ഫിലോസഫി ഇതല്ലേ പറയുന്നത്? എന്തേലും പറയട്ടെ. സെയിം തിങ് ആണല്ലേ? ഞാൻ ഇത് എന്റെ ഓൺ റിസർച്ചിൽ കണ്ടുപിടിച്ചാണ്. ഫിലോസഫി. പിന്നെന്താ പറയാനുള്ളത്? ഇത് ഈ പുതിയ ബനിയൻ എവിടെ നിന്ന് കിട്ടി? പക്ഷെ പുള്ളിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാം, പക്ഷെ പുള്ളിക്ക് കാര്യങ്ങൾ അറിയത്തില്ല. എന്റെ ഒരു ഫ്രണ്ട് എന്നാണ്, എന്റെ ടീന ലിങ്ക് എന്ന് പറഞ്ഞ കൂടെ പഠിച്ചൊരു എന്റെ കൂടെ പഠിച്ച മുട്ടായിയൊക്കെ കൊണ്ട് കൊടുത്തു, ഒരു ഷർട്ടും കൊടുത്തു, ഈ സ്പൈഡർമാന്റെ ബെന്നിനെ കൊടുത്തു. എഞ്ചിനീയറിംഗ് പറഞ്ഞു ടീന ലിങ്കൻ എനിക്കെന്നാ പുള്ളിക്കാരത്തി ഇപ്പൊ കാനഡയിൽ ജോലി ചെയ്യാം. സ്പൈഡർമാന്റെ ഒക്കെ ബനിയൻ അണ്ണന് മേടിച്ചു കൊടുത്തത് ഇച്ചിരി കടുപ്പായിരുന്നു. പിന്നെ എന്റെ വലിയ ഫ്രണ്ടാണ് ഹരി, അങ്ങനെ കണ്ടല്ല ശ്രീഹരിയും ടീന ലിങ്കനും. ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണാണോ വന്നത്? അല്ല, അവിടെ കാര്യമുണ്ട്. ടീന ലിങ്കൻ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി, അത് പേഴ്സല എന്നോട് പറഞ്ഞ കാര്യല്ലേ? അല്ല, ഒരു കാര്യവും പറയണ്ട, അവരെന്തിനു പറഞ്ഞത്? സുരേഷ് ഗോപി പുള്ളിക്കാരത്തിയാണ് അമ്മയുടെ ഫ്രണ്ടായ. ഇതേ സുരേഷ് ഗോപി എനിക്ക് ചങ്കിന് വേടത്തില്ല. സുരേഷ് ഗോപി നല്ല മനുഷ്യനെ പറയുള്ളൂ. സുരേഷ് ഗോപി ഇവരുടെ അമ്മ മരിച്ചപ്പോൾ വിളിച്ചില്ല. കാരണം പുള്ളി നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ പുള്ളിക്ക് കുറച്ച് വർഗീയതയുണ്ട്. അതിന് ഇത് ഞാൻ വിചാരിച്ചു പുള്ളി നല്ല മനുഷ്യനാണ് വിചാരിച്ച. പക്ഷെ മുകേഷും ഫ്രണ്ടായിരുന്നു. മുകേഷ് വിളിച്ചു, പക്ഷെ സുരേഷ് ഗോപി വിളിച്ചില്ല. കാരണം ഇവർ അമൃത ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. വർഗീയത സുരേഷ് ഗോപിക്കുന്നുണ്ട്. അതെ, വർഗീയതയുണ്ട്. അവരുടെ അമ്മ മരിച്ചപ്പോ മുകേഷ് സുരേഷ് രണ്ടുപേരും അവരുടെ ഫ്രണ്ട്സായിരുന്നു. ആ അമ്മയുടെ പുള്ളിക്കാരത്തിന്റെ അമ്മയാണ്. മുകേഷ് അവർ ഒന്നിച്ച് പഠിച്ച ആളാ. മുകേഷ് വിളിച്ചു, സുരേഷ് അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ കൂടെ പഠിച്ചത് സുരേഷ് ഗോപി മുകേഷും, അവരുടെ മോളുടെ കൂടെ പഠിച്ചത് അണ്ണൻ. എനിക്കൊരു പ്രായത്തില്ല. അണ്ണൻ നിത്യ യൗവനോ? ഞാൻ സുരേഷ് പറഞ്ഞ നല്ല മനസ്സിലാണ്. പക്ഷെ പുള്ളി പറഞ്ഞു എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ജനിക്കണം. പുള്ളിക്ക് വർഗീയതയുണ്ട്. ചേട്ടാ, രാഷ്ട്രീയം പറഞ്ഞ ഒരുപാട് പോകും, പിന്നെ ഭയങ്കര വിഷയമാവും. ഞാൻ പറഞ്ഞു തുടങ്ങും, പിന്നെ ഇവിടെ നിക്കത്തില്ല മിണ്ടാരിയോട്. ഞാൻ പറയാൻ പോയി കാര്യം അറിയില്ല, താൻ പറഞ്ഞ വേറെ കാര്യമില്ല. അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾ പറയില്ല അങ്ങനത്തെ കുടുംബകാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുടുംബകാര്യങ്ങൾ പറയില്ല. ബ്രൈറ്റ് ആലോചിക്കും, ഇതെല്ലാം പറയാൻ പോവാണോ ഇനി വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യം ഞാൻ പറയില്ല, പറയില്ല. നമ്മളെ മറ്റേ പ്രമുഖനെ ഈ ആറാട്ട സിനിമ ഇറക്കിയാൽ എനിക്ക് മോഹൻലാലിനോട് ഒരു താല്പര്യം തോന്നുന്നത്. ഇല്ല, ആറാട്ടന് ഇപ്പൊ അന്നല്ലെങ്കിൽ അടുത്ത ദിവസം, അത്രേ ഉള്ളൂ. ഇത് കുറെ നാളായിട്ട് തുടങ്ങിയത്. അല്ല, റിവ്യൂ വണ്ടേ കൊടുക്കാറുണ്ട്. പിന്നെ പേര് വന്നത് ആറാട്ടൻ. ഇങ്ങനെ വേറാണ് ഉദ്ദേശിച്ചത്. ഒരു ഈ കോക്കിനെ പോലെയല്ല റിവ്യൂ ചെയ്ത് കാശ് ഉണ്ടാക്കണം, ഒരു 2 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കുന്ന ഒരു റിവ്യൂർ ആണ് ഞാൻ എന്റെ ആഗ്രഹം ഉണ്ടായി. ഇങ്ങനെയാവുന്ന വിചാരിച്ചില്ല. ഇത് കോമാളിയായി മാറി. ഞാൻ എത്ര ആൺ സെലിബ്രിറ്റീസ് ആയി കൊടുത്തിട്ടുണ്ട്, അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അത് വരത്തില്ലല്ലോ, അതിന് റീച്ച് ഇല്ലല്ലോ. റീച്ച് ഉള്ളതല്ലേ അവരെടുത്തുള്ളൂ. ഞാൻ എല്ലാവർക്കും കൈ കൊടുക്കാറുണ്ട്. അത് പണ്ട് ചെറുപ്പം മുതലേ കൊടുക്കുന്നതാണ്. പരിപാടി അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലേ. അടിക്കുന്ന ഒറ്റ കാര്യം അതാണ്, കൈ കൊടുക്കണം. ഇപ്പൊ പണ്ട് പോലെ ഞാൻ ഇപ്പൊ പള്ളിയിൽ പോകാറുണ്ട്. പണ്ട് പള്ളിയിൽ പോയേ, ഇപ്പൊ പള്ളിയിൽ പോകത്തില്ലല്ലേ. ഇപ്പൊ എല്ലാവർക്കും കൈ കൊടുക്കേ പള്ളിയിൽ പോയിട്ടാണ്. അത് എനിക്ക് പള്ളി മാറ്റി തിയേറ്റർ ആക്കി, ആരാധന ഒന്ന് മാറ്റി, ദൈവത്തെ ആരാധിച്ചു, പിന്നെ നേരെ സിനിമ ആരാധിക്കുകയല്ലേ. അല്ല, ഞാൻ എവിടെ ചെന്നാലും കൈ കൊടുക്കാറുണ്ട്. അത് നിഷ്കളങ്കമായ കൈ തന്നെയാണ്. അല്ല, അത് ശരിയാട്ടോ. ഈയിടെ ഒരു പയ്യൻ ഒരു മോശ പരിപാടി കാണിച്ചു. അണ്ണാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുക്കാൻ വേണ്ട അവൻ ആക്കി വിട്ടു. ഞാൻ അവനെ ചീത്ത പറഞ്ഞു.
ഞാൻ പറഞ്ഞു നീ ഈ ചാരിറ്റിയുടെ പേരിൽ ഇങ്ങനത്തെ ഈ മൂഞ്ച സോങ് കൊണ്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത്. മോശം, ഒരാൾ കൈ നീട്ടിയിട്ട് അത് എത്ര വലിയ ആളായിക്കോട്ടെ, ഇദ്ദേഹം ആരാ ഈ ന്യൂജൻ പിള്ളേർ അവർക്ക് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് എല്ലാം സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല. പക്ഷെ അവരുടെ പ്രോബ്ലം എന്താ അറിയാം, അവർക്ക് മനുഷ്യത്വം ഇല്ല. അടുക്കളയാണോ ഇനി ചുറ്റിലപ്പുറം? അവർക്ക് മനുഷ്യത്വം കേൾക്കത്തില്ല. ഇതിനോട് ചേർത്ത് അല്ല, അവർക്ക് മനുഷ്യത്വം ഇല്ല. ജെൻസി പിള്ളേർക്ക് കളിയാക്കി അപ്പുറത്ത് കേൾക്കും. ഇത് അങ്ങനത്തെ പ്രത്യേകതയുള്ള ബിൽഡിംഗ്. അപ്പുറത്തെ കിച്ചണിൽ ഇരുന്നാൽ ഇവിടെ മൊത്തം എന്തൊക്കെ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ഒരിക്കലും പണിയിട്ടില്ല. അത് വിചാരിക്കുക, നിങ്ങൾ എൻ്റെ കൂടെ വാ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഈ കേരളത്തിൽ നിന്നല്ല, ഈ ഇന്ത്യയിൽ എവിടെയും ഞാൻ തപ്പിയെടുത്ത് ഒരെണ്ണത്തിന് വെടികളെ കിട്ടും. അങ്ങനെ പറയരുത്, ഞാൻ യോജിക്കത്തില്ല. അത് മോശമാണ്. ഒരുപാട് വെടികൾ വെടികളാണ്. കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈയിടെ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരുത്തൻ കമന്റ് ഇട്ടേക്കുക, ഈ പഠിക്കാൻ പോകുന്ന നേഴ്സുമാര് മൊത്തം ഇതാ പരിപാടി. ഞാൻ പറഞ്ഞ അപരാധം പറയില്ല, അങ്ങനെയാണ് ഞാൻ കമന്റ് ഇട്ടത്. മോശമാണ്, അത് പറയുന്നത് വളരെ മോശമാണ്. ഞാൻ പോയിട്ടില്ല, പല പെണ്ണുങ്ങളെ കാണാറുണ്ടല്ലോ. എവിടെ? നിങ്ങളപ്പം വെടൻ പറയണം. നിങ്ങളെന്തിനാ അങ്ങനെ പോകുന്നത്? അങ്ങനെ പോകുന്നത് അപ്പൊ അവര് വേ ആണെങ്കിൽ ഇത് വെടൻ അങ്ങനല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. സംഭവിക്കാറില്ലല്ലോ. ഇതൊക്കെ ചേട്ടാ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ചേട്ടനെ ഈ പബ്ലിക് സ്നേഹിക്കത്തില്ല. ആരും സ്നേഹിക്കൂല, ഉള്ള കാര്യം അല്ലല്ല, ഉള്ള കാര്യം എനിക്കുള്ള സ്നേഹദാരിദ്ര്യമാണ്. ഞാനൊരു ലൈംഗികദാരിദ്ര്യം വിട്ട് സ്നേഹദാരിദ്ര്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു മനസ്സിലായോ, ആരും സ്വീകരിക്കത്തില്ല. അതിനുള്ള മനസ്സുള്ളവരൊന്നും എന്റെ അറിവിൽ ഈ കേരളത്തിലില്ല. കാരണം എന്താണെന്നറിയോ, അല്ല വിശാല മനസ്സിന്റെ അല്ല. ഇപ്പൊ ഇവിടെ റിപ്പോർട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ബലാത്സംഗ കേസിൽ പ്രതിയായവന്റെ ഭാര്യയൊക്കെ അവിടെ തന്നെ ഉണ്ട്. അല്ല ഞാൻ മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, എന്തുവാ ഞാൻ പറഞ്ഞോട്ടെ, മമ്മൂട്ടി അതിനകത്ത് ആ ഡയലോഗ് വേണമെങ്കിൽ ചിലപ്പോ ഞാൻ പറഞ്ഞതിന് ശേഷം ഇത് വൈറലായി ചേട്ടാ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് നിത്യവിടെ പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ അറിയാം. അഴകിയ രാവിലെ അവസാനം ഡയലോഗ് ഉണ്ട്, പിന്നെ വെറുപ്പിച്ച് സ്റ്റേജ് കണ്ടു. ഞാൻ പറഞ്ഞില്ല, സിനിമ അഴകിയ രാവിലെ സാധനം ഓർമ്മ വരുന്നുണ്ട്. ഇത് പല മലയാള സിനിമ മൊത്തം ആറാട്ടം തന്നെ. അല്ലല്ല ഞാനുണ്ട്, ഇതൊക്കെ സിനിമ, അത് സിനിമയിൽ അല്ല. ഇങ്ങേര് പറഞ്ഞല്ലോ, സത്യം പറയുന്നത് എത്ര മോശപ്പെട്ട ആളായാലും അവര് നല്ല പിള്ള ജമന നോക്കത്തുള്ളൂ. അത് ആണാണേലും പെണ്ണാണേലും കൂടുതൽ ആൾക്കാരും. ഇങ്ങനെ പോലെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുന്നത്. കാരണം മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാമുകന്റെ കൂടെ പോയി ഊട്ടിയിലും കറങ്ങി 2 ദിവസം താമസിച്ചിട്ട് അവനെ പറ്റിച്ചിട്ട് വേറെ തന്നെ കെട്ടിക്കഴിയുമ്പോൾ ആദ്യരാത്രിക്ക് അയ്യോ ചേട്ടാ എനിക്ക് പേടിയാ. നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് മനസ്സിലായി. എല്ലാവരും ജീവിതത്തിൽ അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ എത്ര മനസ്സിലായ സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റൂല. മനസ്സിലായോ? കുറ്റം പറഞ്ഞതല്ല, നല്ല സ്നേഹമുള്ളവരുണ്ട്, എന്നാലും പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഈയിടെ തന്നെ ഞാൻ നേരിട്ടൊരു സംഭവം കണ്ടതാ. ഊട്ടി പോയ പെൺകുട്ടിയുടെ അത് മറ്റേ അവനല്ല ആ പറത്തി പറഞ്ഞതാ. ഒരു സംശയം ചോദിക്കണം, ഈ ഊട്ടി പോയത് ഒരുത്തന്റെ കൂടെ ആണല്ലോ. അതെ, അപ്പൊ അവനും ഈ പറഞ്ഞ പോലെ വേറെ സാധനം ഞാൻ പറയാം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് സിനിമയ്ക്കകത്ത്. മറ്റേ സലീം കുമാർ മറ്റേ പെണ്ണൊക്കെ കെട്ടി ആദ്യരാത്രി കഴിഞ്ഞിട്ട് രാവിലെ മറ്റേ കോഴി പോകുമ്പോ നേരെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇന്നാ വെച്ചു. അപ്പോഴത്തേക്കും പറയും, അവള് പറയും മുഴുവനുണ്ടോന്ന് അവള് ചോദിക്കും. ആ മുഴുവനുണ്ട്, ഞാൻ പറ്റിക്കുമെന്ന്. മനസ്സിലായോ? ഒരേ സ്വഭാവമുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ചു. മനസ്സിലായോ? അപ്പൊ അത് ചുരുക്കമാ. ഇപ്പം എന്താ പറയാ, ഒരു കാര്യം ചെയ്യും, ഞാനൊരു ടൈം ട്രാവലർ ഉണ്ടാക്കാം, എന്നിട്ട് റിവൈൻഡ് അടിക്കാം. നിങ്ങൾ ആറാട്ട് സിനിമ വന്നതിനും കാണരുത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വൈറലാകത്തുമില്ല, നിങ്ങൾക്ക് പെണ്ണും കിട്ടും, എല്ലാം കിട്ടും. അല്ല ഇപ്പൊ ഞാൻ എന്താ പറയാ, ചേട്ടാ ഈ ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ മെയിൻ 35 വയസ്സാ, അന്ന് പെണ്ണിട്ടില്ല. ഈ നിങ്ങൾക്കും പെരേരയ്ക്ക് പെണ്ണ്
ഇപ്പഴാ 38. നിങ്ങൾക്കും പെരേരയ്ക്ക് പെണ്ണ് കിട്ടാൻ പാടാ. നിങ്ങൾ രണ്ടുപേരും ഈ ഓപ്പൺ ആയിട്ട് പറയുന്നത് നിർത്തി. പെരേര തുറന്നു പറയും ഉണ്ടിയാണ്. അവൻ എന്തൊക്കെ പറഞ്ഞു, മറ്റേ റിയയുടെ കേസ് അവൻ വിളിച്ചു പറഞ്ഞു, എന്താ ബോധമില്ലാത്ത പബ്ലിക്കായിട്ട് പറയില്ല. അല്ലല്ല, അവൻ റിയയുടെ കേസ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, കല്ലോടി കൂടെ തുറന്നു പറയോ എന്തുവാ അവൻ പറഞ്ഞല്ലോ 2000 രൂപ. അല്ല അവൻ പറഞ്ഞു 2000 രൂപയ്ക്ക് അവൻ പോകാറുണ്ടെന്ന് പെണ്ണുങ്ങളെടുത്ത്. അവൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ. ഞാനത് കാശ് കൊടുത്തറിയോ? അവന്റെ വെറുതെ എട്ടും പൊട്ടും തിരിയാത്ത പയ്യനെ കൊണ്ട് നശിപ്പിച്ചു പുള്ളി. എടാ അവന് 18 വയസ്സൊക്കെ കഴിഞ്ഞാണോ? വിനീതിന് ആദ്യമായിട്ട് മദ്യം കൊടുത്തില്ല ആളേട്ടോ അറിയോ? വിനീത് നടന്നില്ല. വിനീത എന്തോ ബന്ധം. അതേപോലെ ഇവന്റെ വെറുതെ കളഞ്ഞ ചാലാ. ഓ അങ്ങനെ കാശ് കൊടുത്ത് പെണ്ണ് അറേഞ്ച് അല്ല, ഇത് വിവാദം. ഇത് മറ്റേ ഹൈലൈറ്റിലൊന്ന് ഇട്ട് കൊടുക്കണേ, മറ്റവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിവാദമായിട്ട് വരും. രണ്ടവനെ വെടിവെച്ചോ അവിടെ കപ്പാസിറ്റി നോക്കിയ ചേട്ടാ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കട്ട് ചെയ്ത് കളഞ്ഞു വരും നാളെ. ചുമ്മാ ഈയൊക്കെ ഭ്രാന്താ. എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്താണോ? ഇത് സത്യത്തിൽ പോകാൻ വീർത്തമാണ്. നാളെ ഞാൻ എവിടെയെങ്കിലും പോയി കഴിയുമ്പോ ഞാനില്ലെങ്കിൽ എനിക്ക് ഡബിങ്ങും കാര്യമൊക്കെ ഉണ്ടോ? ഇയാള് പറയും ബ്രൈറ്റ് വക്കറന കേട്ടോ, ബ്രൈറ്റ് വലിയ അങ്ങനെയൊക്കെ വേണം പറഞ്ഞോളാൻ വേണ്ടി. അല്ല ശരിയല്ലേ? അല്ല സത്യം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നവനെ ഞാൻ യോജിക്കുന്നില്ല ഇതുപോലത്തുള്ള കാര്യം. അല്ല ശരിയല്ലേ? നമ്മളെ പേഴ്സണൽ കാര്യങ്ങള് സെക്സ് പറയുന്ന മോശമല്ല. നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി 3 രൂപ കൊടുത്തു ഇന്ന മോശമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തത്. ഈ പുള്ളിക്ക് ആരിലും വരുമോ? മലയാളികൾ വരുമോ? എനിക്ക് വരും. ഉറപ്പാണോ? 100 പെണ്ണിന്റെ കഥ പറഞ്ഞ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. 100 പെണ്ണിനെ പ്രപ്പോസ് ചെയ്തെന്നാ പറഞ്ഞത്. പരിപാടികൾ ശരിയല്ലാത്തോണ്ടുള്ള പ്രശ്നം. അറിയില്ല, വളയ്ക്കാൻ അറിയില്ല. വളച്ചാൽ മാത്രം പോരാ, ഇതിങ്ങനെ നിലനിർത്താൻ കൂടി വളച്ച നിലനിർത്തും, പക്ഷെ വളയുന്നില്ല. വളഞ്ഞാലും നിർത്താൻ പറ്റുമോ? ഇതിനെ വളച്ചിട്ടില്ല. ഒന്നുമില്ല. നിങ്ങളെ മനസ്സിലാക്കാനുണ്ടല്ലോ, നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത് എന്റെ അറിവ് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പച്ചക്ക് പറയുന്നറിയാ, ഇങ്ങനെ ഇടയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോകും. ആര് പറഞ്ഞു? അങ്ങനെയാണ് നിങ്ങളെ പകുതി തെറ്റാണ്. പിന്നെ പോയി പറഞ്ഞല്ലേ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ചെയ്തവർ പകുതി തെറ്റാണ്. ഞാൻ പറഞ്ഞ പകുതി തെറ്റാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ നിങ്ങളെ കുറെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേട്ടൻ പറയുന്ന കാര്യം കേൾക്കണം, മനസ്സിലായോ? ചില കാര്യങ്ങൾ അല്ലാതെ നിങ്ങൾ ഈ നാരങ്ങാവെള്ളം കുടിച്ചിട്ട് അതിന്റെ കിക്കിന്റെ പുറത്ത് വിമ്മ അങ്ങ് വിളിച്ചു പറയാം. എനിക്ക് നാരങ്ങാവെള്ളം കുടിച്ച് കിക്കാവുക. പുള്ളി പൊടിയാക്കി കൊടുത്തേ. കല്ലുടിക്ക് പോയാലും എനിക്ക് കല്ലുടി ഇല്ല, ഡ്രഗ്സ് ഇല്ല, സിഗരറ്റ് വലി ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, CC കൂടിയ ബൈക്ക്, പേഴ്സിൽ 2000 രൂപ, ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കുന്നവനാണോ? അവനെ സ്നേഹിക്കാൻ പെണ്ണുണ്ട്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് പണിക്ക് പോകുന്നത്, ഇതെല്ലാവരും കേൾക്കണം. ആത്മാർത്ഥമായിട്ട് ജോലിക്ക് പോയി പണി ചെയ്ത് വീട് നോക്കുന്നവനെ കെട്ട പെണ്ണില്ല. ശരിയല്ലേ? അവന് മുടിയില്ല, താടിയില്ല, ചിലപ്പോൾ അവന് സൗന്ദര്യക്കുറവായിരിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഉഗ്രം പെണ്ണെ കെട്ടുക. അത് മറ്റേ ബുക്ക്, മറ്റേ ജഗതി, മറ്റേ പടത്തിനാണ് അങ്ങനൊക്കെ നടത്തണം, പ്രാവർത്തികമാക്കണം നിങ്ങൾ, മനസ്സിലായോ? ആ ഗിറ്റാറും കൊണ്ട് പോകും. ചേട്ടാ ഗിറ്റാറും കൊടുക്കും. എനിക്ക് വളയ്ക്കാൻ അറിയില്ല. വളയ്ക്കാത്ത ഏതും പിന്നെ എന്റെ അടുത്ത് ചെന്നാൽ വളഞ്ഞു വരും. ഞാൻ പറയുന്ന പോലെ ചെന്ന് ഡയലോഗുകൾ പറഞ്ഞു, ഞാൻ സെറ്റാക്കി പറഞ്ഞുതരാം. എന്റെ ഒരു അഭിപ്രായത്തില് അണ്ണൻ ഇനി വളയാൻ സാധ്യത കുറവാണ്. അണ്ണനെ വളയ്ക്കേണ്ട ഒരു ആരെങ്കിലും വന്നു. ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, കേരളത്തിലെ സ്ത്രീക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വളയ്ക്കാൻ പറ്റും. അങ്ങനെ വളയ്ക്കാൻ അങ്ങനെ അത്ര കഴിവുള്ള ഏതെങ്കിലും ഒരുത്തി ഇവിടെ അല്ല, ഞാൻ പറയില്ലേ, ഒരു 45 വയസ്സിനുള്ളിൽ ഒരാളെ കെട്ടണോ? ഓക്കെയാണ്, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ. കളിയാക്കി പറഞ്ഞല്ല, മോശം പറഞ്ഞല്ല, മനസ്സിലാവും? അവർക്ക് വിളിച്ചൂടെ മെച്യൂരിറ്റി. ഇതിന്റെ താഴോട്ടുള്ളവരൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന ഇച്ചിരി പക്വതയുള്ള ഒരാളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയാം. ഇത് ഞാൻ കാര്യം പറയട്ടെ, ഈ വിഷം കഴിച്ചോന്ന് വിഷം കഴിച്ച അല്ലേ, വിഷം കഴിച്ച ചാകുന്നറിയാൻ തിന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല.
എന്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി കല്യാണം കഴിച്ചേക്കുന്ന 7 വയസ്സിന് മൂത്ത ആളെയാ. വില്യം ഷേക്സ്പിയർ 8 വയസ്സിന് മൂത്ത ആളെ. മറ്റേ പ്രിയങ്ക ചോപ്ര 15 വയസ്സിന്. നിങ്ങൾ മനസ്സിലാക്കുക, സ്നേഹം നിങ്ങൾക്ക് സ്നേഹമല്ല. എന്തോ സത്യസന്ധത കാണിച്ചിട്ട് ഞാൻ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ സത്യസന്ധത കാണിച്ചില്ല. പിന്നെ എനിക്ക് വേണമെന്നില്ല. എന്റെ കോണ്ടാക്ട് എടുത്ത് നോക്കുന്ന ചെകുത്താന്റെ ഗേൾഫ്രണ്ടിന് 23 വയസ്സുള്ളൂ, അറിയോ? അത് ബോളായിരുന്നു. എന്റെ ബോള എങ്ങല്ലേ ഇയാളെ എടുക്കുന്ന മുഴുവൻ ചെറിയ പെൺപിള്ളേരാണ്. അതുകൂടെ പറഞ്ഞുവിട്, നീ അതുകൂടെ പറഞ്ഞുവിട്. എനിക്ക് പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ അറിയാം ലെഫ്റ്റോടെ. എന്താണ് പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ അറിയാം ലെഫ്റ്റോടെ. എനിക്ക് അത് അറിയില്ല. എനിക്ക് ലവോട്ട് സാറ്റിസ്ഫൈ അറിയുള്ളൂ. അല്ല ഈ കൂട്ടത്തിൽ നമ്മളാര് എല്ലാരും നോക്കി ആർക്കും അധികം പ്രായമില്ല. അയച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ 28 വയസ്സ് പറയത്തുള്ളൂ. എന്നറിയാ എപ്പോഴും ഹാപ്പിയാ. അല്ല സത്യമായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയത്തില്ല. ആറാട്ടനെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, വിനീതേട്ടനെ കണ്ടാൽ പറയത്തില്ല. നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. എനിക്ക് നോക്കി, എനിക്ക് വയറുണ്ട് നോക്കാം, ഇയാൾക്ക് വയറില്ല. ചേട്ടനല്ല ഈ പുള്ളിക്കില്ല. തനിക്ക് എവിടെ വേണ്ടിയിട്ട് നമുക്ക് എവിടെ വേണ്ടിയിട്ട് താഴെ മുമ്പിൽ വരാത്ത ഇത് ഇഫ്താറിലെ കോഴികൾ കോഴി കഴിക്കാറില്ല. ഞാൻ കോഴിയാണെങ്കിൽ മുമ്പ് എന്താ തിന്ന്? ഞാൻ കോഴി നല്ല. പിന്നെ എന്താ കപ്സോ എന്താ ചേട്ടാ ഇതിന് പറയുന്നത്? അതെന്താ? പിന്നെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്, മട്ടനും ഉണ്ട്, എല്ലാം കൂടെ ഉള്ളതാണോ? അല്ല എല്ലാം ഉണ്ട്. കപ്സ ചിക്കൻ കപ്സ ആയിരിക്കും കഴിച്ചത്. ഇതിലെല്ലാം 500 കോടി രൂപയോ 850 കോടി രൂപയോ കൂടിയിട്ടെന്ന് പറയാം. അങ്ങനെ എനിക്ക് പെട്ടു വരും നോട്ടെ, ചിലർക്കെല്ലാം വരുന്നുണ്ട്. അല്ല ഇപ്പൊ ഇട്ടേക്കുന്ന 500 ഉണ്ടെന്ന് പറയാം. അല്ല ഇപ്പൊ എന്റെ ആസ്തി 1000 കോടിയാണ്. അല്ല ക്യാപ്ഷൻ ഇത് വെക്ക്, എന്റെ ആസ്തി 1000 കോടി ആറാട്ടെണ്ണം. എന്താ പറയാ, നാളെ ED ഒക്കെ വന്നിട്ട് വീടിന് ചുറ്റും 1000 കോടിയാണ്. 1000 ലക്ഷക്ക് വരും ഇങ്ങനെ. അതല്ല വിറ്റ് വീട്ടിൽ തേക്കുമരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ നിൽക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. നീ വേണം കണ്ടുപിടിച്ച. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രൈറ്റ് നീ പാചകം ചെയ്യും, എല്ലാ ജോലിയും ചെയ്യും, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. എന്നോട് എനിക്കതൊന്നും അറിയത്തില്ല, നീ വല്ല ഫിലോസഫിയോ PhD കുറിച്ച് ചോദിക്കുക, അത് ഞാൻ പറയാതെ. ഏതാ ഇതും പഠിക്കണം, പാചകം പഠിക്കണം. പെണ്ണ് കെട്ടി കഴിയുമ്പോ ചിലപ്പം ഞാൻ ചെല്ലുമ്പോ ആറാട്ടെണ്ണം പെണ്ണുപിള്ളയുടെ പാവാടയൊക്കെ അലക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും. ഇന്റലക്ച്വൽ പെണ്ണ് എന്താ പേര് എന്തുവാ ഇന്റലക്ച്വൽ പെണ്ണ്. രണ്ടുപേരും ഫുഡ് ഉണ്ടാവില്ല. അനാസ്യം പറയാറുണ്ട്. ഡോണ്ട് ടെൽ നോൺസെൻസ്. ഒരു വേറെ അല്ല അതുപോലെ ഒരാളെ ഇഷ്ടമാണ്. അല്ല ഇപ്പം പ്രണയം എന്ന് പറയുന്ന ചുരുക്കമുള്ളു. അണ്ണനെ പോലുള്ള ആളുകളൊക്കെ പ്രണയിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഇല്ല. ഇപ്പൊ എന്താ ഇപ്പൊ ബ്രേക്കപ്പ് ആയ യാതൊരു വിഷമവും ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് അല്ല വേറെ കാര്യമുണ്ട്, ബ്രേക്കപ്പ് ആക്കിയ വിഷമമില്ല. ഉടനെയാണെന്നല്ല, പ്രാക്ടിക്കലായിട്ടാണ് അതല്ലാണ്. ബ്രേക്കപ്പ് ആയ വിഷമമില്ല. ഇന്നൊരാൾ നാളെ വേറൊരാൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രണയിച്ചപ്പോൾ നിത്യമന്റെ നെയ്ബർ എന്ന് പറഞ്ഞാൽ യു ആർ എ ഫൂൾ. ഈ മോഡേൺ കാലത്ത് ഇന്നൊരാൾ നാളെ ഒരാൾ അങ്ങനെ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്കറായത്. അതെന്താ സംഭവം? അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്കറായത്. ഞാൻ ഇത്ര മോശക്കാരനായത്. പല പെണ്ണിന് മുമ്പ് ഞാൻ സ്റ്റോക്കറാണ്. എന്തുകൊണ്ട്? ആത്മാർത്ഥമായ സ്നേഹം. സ്നേഹം മറക്കാൻ പറ്റിയില്ല. ആത്മാർത്ഥമായിട്ട് 500 പേരെ സ്നേഹിച്ച ആള് ആന്നല്ല, പിന്നെ 200. 6 വർഷം ഈ പെൺകുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മനസ്സിലായി എന്തിനാണ് എന്ത് പറയാറുന്നതാണ്. മറ്റേ മാധവക്കുട്ടി പറഞ്ഞില്ല, അറിയിക്കാത്തവർക്ക് സ്നേഹം വാരിക്കോരി കൊടുത്ത് എന്ത് കാര്യം? അവരർഹിച്ചില്ല, ഞാൻ സ്നേഹം വാരിക്കോരി കൊടുത്തു. സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല, അത് ആദ്യം മനസ്സിലാക്കണം. അവർക്കും തോന്നുന്നു. ആ പോയിന്റ് എനിക്കറിയാം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച്, അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുന്ന കേക്ക്, അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർ ബ്രേക്കപ്പ് ആയാലും അവർ 2 ദിവസം കഴിയുമ്പോൾ അവർ റിക്കവറി ആവും. അവർക്ക് വലിയ ഒരുപാട് പെണ്ണ് അവർ പെട്ടെന്ന് അവർക്ക് എന്ന് പറഞ്ഞാൽ എന്തിനെ പ്രതിരോധിക്കാനുള്ള മനക്കട്ടിയുണ്ട്. പക്ഷെ ആമ്പിള്ളേരങ്ങനല്ല. ആമ്പിള്ളേര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ ഉള്ള പറയാലോ. അല്ല പെണ്ണുങ്ങൾ അല്ല 100% എടുത്താൽ അതിലൊരു 2% പെൺപിള്ളേരേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് എന്താ പറയാ ഇത് വേദനിച്ച് നടക്കുന്നത്. മനസ്സിലായി? ആര് പറഞ്ഞ എത്ര കുറച്ച് പെണ്ണുങ്ങളൊക്കെയാണ് ഇപ്പോഴും. പക്ഷെ ബോയ്സ്
ഒരുപാട് പേര് നശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കള്ളുകൂടി അല്ല, പിന്നെ പണ്ടായാലും കള്ളൂടി കാരണമല്ലേ പണ്ടായാലും ആളുകൾ തേച്ചോണ്ടിരുന്ന ഇപ്പൊ തേച്ച് കഴിയുമ്പോ പണ്ട് കള്ളു കുടിക്കുക, കഞ്ചാവ് വലിക്കുക, കഥ അടിക്കരുത് കുഴപ്പമില്ല, പെണ്ണുങ്ങൾ അതായിരിക്കും രക്ഷപ്പെടുന്നവര്. അല്ല, പണ്ട് ആണുങ്ങളെ തേച്ചോണ്ടിരുന്ന ഇപ്പൊ തേക്കുന്ന പെണ്ണുങ്ങളാണ്. പണ്ട് ആണുങ്ങളാണ് കൂടുതൽ തേച്ചോണ്ടിരുന്ന ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തേപ്പാ. ഇപ്പൊ ഫുൾ തേപ്പ്. അങ്ങനൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അനുഭവത്തിൽ തന്നെ പറയാണ്. അത് നിങ്ങളുടെ അനുഭവം, ഇത് ഞങ്ങളുടെ അനുഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തേപ്പാ. പെണ്ണുങ്ങളാ കൂടുതൽ ഇപ്പൊ ശിക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ബാറ്റ് ചെയ്യുമ്പോൾ അവരുണ്ടാവില്ല. പിന്നെ അണ്ണന് പറ്റിയ മാനേജറാണ്. അണ്ണനോടുള്ള കോംബോ പൊളിയാ കേട്ടോ. എനിക്ക് പെണ്ണുങ്ങൾ ലവാണ്, ഇവര് പെണ്ണുങ്ങൾ ലെഫ്റ്റാണ്. ഞാൻ ചെയ്യാറ്. ഞാൻ എവിടെ പറഞ്ഞു ഞാനൊരു പെണ്ണിനോട് ക്രഷ് ഉണ്ടാ അതുണ്ടാ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾ വേഷം ഒന്നും ഒപ്പിക്കാറില്ല. നമ്മളെ തലക്ക് അടിക്കും. എനിക്ക് പെണ്ണ് കിട്ടത്തില്ല, ഇനി ഇവന്റെ കൂടെ കളയാൻ. എന്റെ മുഖത്ത് നോക്കിക്കോ. അല്ല, എന്നോട് ഇടപഴകുന്നവർക്കറിയാം ഞാൻ എന്തുവാണ്. അണ്ണന്റെ കൂടെ ഞാൻ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അണ്ണന് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ അവിടെ ഇതാക്കിയിട്ടുണ്ടോ? ഇല്ല, മനസ്സിലായി. പക്ഷെ ചിലര് ആക്രാന്ത മൂത്ത് അണ്ണനോടാ എന്നാ ഞാൻ ഒന്നുകൂടെ കയറുന്നു പറഞ്ഞ് കയറി പോയ ടീമൊക്കെ ഉണ്ട്. അത് ഒരാൾ വിളിച്ചിട്ട് തെറി പറഞ്ഞു, നീ സ്വന്തം കാശിന് വെല്ലാന്റെ കാശിന് പോകുന്ന ചെറ്റപ്പരിപാടിയല്ലേ. എന്നിട്ട് അതങ്ങ് വിളിച്ചു പറയുക. എന്നിട്ട് അതിന്റെ വ്യത്യാസം 2000 രൂപ വേണമെന്ന്. 500 കഴിക്കണം, 500 കഴിക്കാൻ. അവിടുന്ന് ശരിക്കും ഷാർജ ഷേക്ക് വല്ല അടിച്ച് വെട്ടി വിഴുങ്ങിട്ടാവും. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. അവന്മാരെന്നിട്ട് തിന്നേണ്ട കണക്ക് പറഞ്ഞു അവന്മാര്. എന്റെ ദൈവമേ, ഇതുപോലെ 2 വള്ളികളെ ഏത് പടം ഇറങ്ങിയാലും സത്യം പറയല്ലോ, ആർക്ക് ഇഷ്ടപ്പെടാത്ത പടം ഇറങ്ങിയാലും 2 പേർക്ക് ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടിരിക്കും. ജോസ് പെരേര, അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞാൽ ഈ പടം കാണാതെ റിവ്യൂ പറഞ്ഞു. പടം കാണാതെ ഒരു പടം കാണാതെ വന്നിട്ട് എന്നോട് പറഞ്ഞു പടം നിർത്തി വെക്കാൻ പറയാം. ഞാൻ വന്നിട്ട് തുടങ്ങാം. ഞാൻ പറയാം എന്റെ അമ്മാവന്റെ തിയേറ്റർ ഒന്നും അല്ലേ. എന്നിട്ട് ഏത് പടമാണെന്നറിയോ? പെരുമാനി. ഞാൻ നോക്കുമ്പോ ആട്ടയം. പെരുമാനി നല്ലൊരു സിനിമയാണ്, നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാരിയിലും ഗോപുരം. ഇമാര് കോക്കിനെ തെരവിളിച്ച് എനിക്ക് ഭയങ്കര ദേഷ്യമായി. ഞാൻ പറഞ്ഞ ഈ തേങ്ങ പരിപാടി കാണിക്കില്ലെന്ന് പറഞ്ഞു. ഇന്റർവെല്ലിൽ 10 മിനിറ്റ് മുമ്പ് ഈ ആട്ടായും പേരേരയും കൂടെ പടം കാണാൻ കയറി. എന്നിട്ടുണ്ടല്ലോ ഇവന്മാര് കോക്ക് റിവ്യൂ പറഞ്ഞ് മോശമാണെന്ന് പറഞ്ഞിട്ട് കോക്കിനെ ചീത്ത വിളി. ഇമാരെന്ത് റിവ്യൂ അത് പടം കാണും മൊത്തം കാണണം അല്ലേ? ഇതുപോലത്തെ 2 ഉഡായിപ്പ് റിവ്യൂവർ. നിങ്ങളെ നാശം തുടങ്ങി അവരെ കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങളെ നാശം തുടങ്ങി. അതാണ് അവൻ വയറും പാടേ എടുത്തോണ്ട് രാവിലെ. ഞാൻ വനിതാ തിയേറ്ററിൽ ആകെ പോണ ഫ്രൈഡേ ആണ്. അന്ന് പോകുമ്പോ റിവ്യൂ കഴിഞ്ഞാൽ എന്റെ പുറകെ വരിക. പിന്നെ എന്ത് ചെയ്യാം? ഇല്ലില്ല, ഞാനുള്ള സമയത്തില്ല. ഈടെ ഒരു 100 രൂപ വണ്ടിക്കൂലി തരാം. ഈയുടെ പേരെ വിളിച്ചു പെരേര 30 രൂപ 50 രൂപ അപ്പുറത്ത് വാങ്ങിക്കാറില്ല. അതൊരു 1000 വട്ടം മേടിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയായി? ഒറ്റടിക്ക് എന്താ വാങ്ങിയത്? അതാ പറഞ്ഞേ. അതല്ല സമ്മതല്ലേ, പെരേര പതിയെ തിന്നുന്ന ആളാ. ആട്ടയെ ഒറ്റയടിക്ക് വിഴുങ്ങുന്ന ആളാ. അതാ ഒറ്റയടിക്ക് 10,000 എന്റെ ദൈവം, എന്റെ പൊന്നാണ്. എന്നിട്ട് വീണ്ടും 500 കൊടുത്തല്ലോ ഞാൻ അറിയാതെ. എനിക്ക് നോ പറയാൻ വിഷമമാണ്. നോ പറയുക ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ശരി കാര്യമുണ്ട്. ഞാനന്ന് ചീത്ത നോ പറയാൻ എന്നോട് ഏതൊന്നും പെണ്ണിനോട് യേശു അറിയാം. ഞാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണിന് എന്നെ ഇഷ്ടമല്ല. ഞാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണിനും എന്നെ ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? കറക്റ്റ് അണ്ണനെ ഇഷ്ടമല്ലാത്ത പെമ്പിള്ളാരോട് അണ്ണൻ ചെന്ന് പറയും. അപ്പം പിന്നെ അങ്ങനെ അവര് സ്നേഹിക്കില്ലേ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണുങ്ങളെ എന്നെ ഇഷ്ടമല്ല. അണ്ണനെ പ്രേമിക്കുന്ന പെണ്ണുണ്ടോ? അറിയില്ല, അതാണോ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. സത്യം പറഞ്ഞാലേ അല്ലല്ല, അണ്ണൻ ഇപ്പം ശരിക്കും പറഞ്ഞ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറെ നാള്. ഇപ്പൊ അണ്ണൻ ശരിക്കും അല്ല അണ്ണൻ 7ാം ക്ലാസ്സിലെ അണ്ണൻ 7ാം ക്ലാസ്സിലെ പക്വതയേ ഉള്ളൂ. അണ്ണൻ +2 വരണം. അതിന് 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ കൂടി ഞങ്ങളോട് ചോദിക്കണം എങ്ങനെയാണ് സംസാരിക്കേണ്ട പെണ്ണുങ്ങളോട്, എങ്ങനെ രീതിയിൽ ഇടപെടണം, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. മനസ്സിലായോ? കള്ളപ്പുറം കാണിക്കില്ല. ഇങ്ങനെ അല്ല സ്നേഹിക്കണ്ട. ഒരു പെണ്ണിനെ കണ്ട ഉടനെ എങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. ആദ്യം ആ പെണ്ണിനായിട്ട് ഫ്രണ്ടായി അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ചേട്ടാ അതാണ് പ്രശ്നം. അത് കർണക്കുറ്റിക്ക് അടി കിട്ടാത്ത ഭാഗ്യം. അല്ല ശരിയല്ല ചേട്ടാ, നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് നല്ല രീതിയിൽ
കിടക്കാനോ? ശരിക്കും അല്ലേ ചേട്ടാ ഞാൻ ഒരു കാര്യം ഇവിടെ അല്ല മറ്റേ കാര്യം ശരിക്കും പറഞ്ഞാല് എനിക്ക് ഒരു മാനേജർ സംസാരിക്കുന്നത് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും, പക്ഷെ മനസ്സിലാക്കാൻ പാടും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളെ ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവളെ കാര്യങ്ങൾ, അവളെ കുറിച്ച് ഇങ്ങനാണോ നീ, ഇങ്ങനാണോ നിന്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ടിരിക്കും. മനസ്സിലായോ? അത് നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ഈ രീതിയിൽ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കയറി ക്രഷാണ് ഇഷ്ടമാണെന്ന് അത് ആദ്യം മാറ്റുക. മനസ്സിലായോ? കരയാനൊന്നുമല്ല, കാരണം കരയുന്നു കണ്ണ അണ്ണ. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അജിച്ചേട്ടാ, എന്റെ ഒരു ഫ്രണ്ട്, അവൻ ഒരു 1.5 വർഷമായിട്ട് ഒരു പെണ്ണിന്റെ പുറകെ നടക്കുക. അവൾ ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഇവന് മംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? അല്ല, അവന് മംഗ്ലീഷ് അറിയത്തില്ല, വോയിസ് അയക്കാനും പറ്റത്തില്ല. അപ്പൊ ആശാൻ എന്ത് ചെയ്യുന്നറിയോ? ഓ നിനക്ക് നമ്മളെ ഒന്നും വേണ്ടല്ലോടി, നമ്മള് പാവല്ലേ, റൈറ്റ് ഇതിന്റെ മംഗ്ലീഷ് ഒന്ന് അയച്ചു തരാൻ പറയും. എന്നിട്ട് ഞാൻ ഇത് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് ഇത് പുള്ളി കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്നും കൂടെ കുറെ സാധനം ഇട്ടിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻ കൊണ്ട് എന്റെ ഫോൺ തന്നു. ഞാനൊരു ഈ ഫോണിന്റെ വലിപ്പമുള്ള രീതിയിൽ മെസ്സഞ്ചർ വഴി മെസ്സേജ് അയച്ചു കൊടുത്ത് ആ പെണ്ണ് 2 ദിവസത്തിനുള്ളിൽ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ കുറച്ച് ഈ സെലിബ്രിറ്റീസ് ഒക്കെ വിടും. ഒരു സാധാരണ അത് ആരുമില്ല, നമുക്ക് ആ സെറ്റ് ചെയ്യാം. കൊള്ളാം കേട്ടോ. ഇത് കാണുന്നവരെന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുമോ? തെറി വിളിച്ച് ഓടിക്കും. അതും പോയി. ഒരു സൈഡ് സംവിധായകൻ, ഒരു സൈഡ് വേറെ നാണ്ട്. ഞാൻ സിനിമാക്കാരെ ഞാൻ ഒരു കയ്യേ കൊടുത്തിട്ടുള്ളൂ. ഓരോരുത്തർ എന്തൊക്കെയാ കാച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഇതുവരെ ഒരു പെണ്ണ് റേപ്പ് ചെയ്തിട്ടില്ല. റേപ്പ് ചെയ്ത വ്യക്തികളുണ്ട്, അറിയോ? ഞാൻ ഇത് റേപ്പ് ചെയ്തിട്ടില്ല. അറിയാം, എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല. ഇതിപ്പോ പെരേരാണല്ലോ, എന്നെ പണ്ട് ഒരുപാട് പേര് റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലാണല്ലോ. അല്ല, ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാ അറിഞ്ഞിരിക്കുന്നത്? പേര് പറയാൻ പറ്റില്ല, പറഞ്ഞ അടുത്ത ദിവസം കേസാണ്. അതൊക്കെ പോട്ടെ, അത് തെളിയട്ടെ. സത്യം എന്റെ ഒരു കൂട്ടുകാരൻ ആ ഹാളിൽ ചക്ക വിളിച്ചപ്പോഴേക്കും കേസായി. അറിയോ? എനിക്ക് പേര് പറയാൻ പേടിയാണ്. നിങ്ങളെ ഗ്രൂപ്പ് കാരണമാണ് നിങ്ങളെ പേര് വന്നത്. ആണ് ആറാട്ടണ്ണന്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ നിന്ന് ആണ് ഈ വിഷയം മൊത്തം വന്നത്. നിങ്ങൾക്ക് വിഷയം വന്ന ആണ് നീ പുള്ളിയുടെ പേര് ഗ്രൂപ്പ് ദാവൂദ് എബ്രാഹിം അറിയാതെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ദാവൂദ് എൽദോസ്, ദാവൂദ് എബ്രഹാം, ദാവൂദ് മാത്യു. എന്നോട് ചെയ്ത പാട്ട് പറഞ്ഞ ആള്, ആ ആള് പേടിയാണ്. ദാവൂദ് ഇബ്രാഹിമായിട്ട് കണക്ഷൻ ഉള്ള സിനിമാക്കാരൊക്കെ ഉണ്ട് കേരളത്തിൽ. അല്ല ഞാൻ പറയട്ടെ, ഇവിടെ അല്ലല്ല ഈ ഒരു കാര്യം അല്ലല്ല ഞാൻ അറിയാം, എനിക്ക് മരുന്നീസിനെ അറിയാം. അതല്ല ഓക്കെ. ഇവിടെ സംഭവം അറിയാം, ആൾക്കാർക്ക് നല്ലതെന്ന് പറയുന്ന വേണ്ട, നെഗറ്റീവ് മതി. ഇങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നു, എത്ര പേര് ഷെയർ ചെയ്ത്, എത്ര പേര് കണ്ട്. നല്ലൊരു സാധനം പറഞ്ഞാർക്കും വേണ്ട. പറയോ എന്താ പറഞ്ഞ നല്ല രീതി ഒരു ചേട്ടനായിട്ടിരുന്ന് കാറിലൊക്കെ എന്തോ അറിവുള്ള മനുഷ്യൻ, അതൊന്നും ആവശ്യം വേണ്ട. മനസ്സിലായോ? എന്തായാലും പറഞ്ഞ അത് കിടപ്പുണ്ട്, ഞാൻ അയച്ചത്. നല്ല മനുഷ്യന് ചേട്ടൻ അന്നൊരു വീഡിയോ ഇതിലൊക്കെ ഏതൊരു പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് ഇപ്പൊ ആരും പ്രതികരിക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞ പോലെ ആരെങ്കിലും വണ്ടി ഇടിച്ച് സ്വന്തം കുടുംബത്തിന് വരുമ്പോഴേ എല്ലാവർക്കും നോക്കത്തുള്ളൂ. മനസ്സിലായോ? സത്യസന്ധമായ കാര്യമാണ് അത്. ഇപ്പൊ ആർക്കും ഒന്നും വേണ്ട. പറയാണ് ഒരുപാട് കാര്യം. ആ വിനീതേട്ടനെ കൂടെ വിളിക്കണ്ടായിരുന്നു. പുള്ളിയാണ് എറണാകുളം സിറ്റിയിലെ കഥ മൊത്തം പറഞ്ഞു തരും. ആണെന്ന് പുള്ളിയും കൂടെ വിളിക്കണമായിരുന്നു. ഡിംഗ്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടല്ലോ, ഡിംഗ്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ശരിയാണോ? നിർത്തേക്കല്ലേ കഴിഞ്ഞോ?